പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് അള്ളാഹുവിന്റെ തിരിച്ചുള്ള വിളിക്കു മുൻപ് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാക്കുക, പ്രിയപ്പെട്ടതാക്കുക എന്ന സതുദ്ദേശത്തോടുകൂടിയാണ് അള്ളാഹുവിന്റെ ഏത് വാക്കുകളും ഏത് വചനങ്ങളും നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മത്സരങ്ങളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നൈമിഷികമായ ഈ ദുനിയാവിൽ എന്തൊക്കെയോ വാരിപ്പിടിക്കാനും ആരെയൊക്കെയോ ജയിക്കാനും തോൽപ്പിക്കാനും മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചയിക്കപ്പെട്ട ആയുസ്സിനിടയിൽ ചിലതൊക്കെ നേടിയെടുക്കാനും ചിലതൊക്കെ വെട്ടിപ്പിടിക്കാനും പലരെയും തോൽപ്പിക്കാനും പല ആളുകൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പല ആളുകൾക്കും പരസ്പരം സംസാരിക്കുമ്പോൾ പറയാനുള്ള വാക്ക് എന്തൊക്കെയോ സമാധാനം നഷ്ടപ്പെടുന്നു, എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു സ്വസ്ഥത ഇല്ലാണ്ടാവുന്നു, മനസ്സിനൊന്നും ഒരു സമാധാനമില്ല എന്ന വാക്കുകളാണ് പല ആളുകളും ഇന്ന് പരസ്പരം പറയാറുള്ളത്. അവിടെയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വാക്യത്തിന്റെ പ്രസക്തിയും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകം മാത്രമാണ്. സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്തുകൊണ്ടാണ് അല്ലാഹു ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് എന്ന് പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞ വാക്ക്, ഈ ദുനിയാവിൽ ഒന്നും ശാശ്വതമല്ല. അല്ലാഹു നമുക്ക് എന്ത് നൽകിയോ അതേത് സെക്കൻഡും നഷ്ടപ്പെടും. അല്ലാഹു നമുക്ക് എന്ത് നൽകാതിരുന്നോ ഏത് സെക്കൻഡും അത് ലഭിക്കും. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളക്കരയിലുണ്ടായ ഒരു വാർത്ത നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. തന്റെ 4-5 കൂട്ടുകാരോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ ഫിഷിങ്ങിന് വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടി തോടുകളിലേക്ക് കയറി ചെന്നു. വെള്ളം വറ്റിച്ച് ചളിയിൽ പൊതഞ്ഞു കിടക്കുന്ന മീനിനെ പിടിക്കാൻ ആ 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ ചളിക്കുള്ളിലേക്ക് കൈയിട്ടു. മത്സ്യത്തിന്റെ അരികിലേക്ക് എത്തിയപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിന്റെ മുള്ളു കൊണ്ടതാണോ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല, കയ്യിന്റെ ചുണ്ടുവിരലിന്റെ നഖത്തിന്റെ ഭാഗത്തൊരു ചെറിയ പോറൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ സമയത്ത് വലിയ കടച്ചിലും വേദനയും അനുഭവപ്പെട്ടു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുവിരലുകൾ തടിക്കാൻ തുടങ്ങി. പിറ്റേന്നത്തെ ദിവസം കയ്യിന്റെ പല ഭാഗങ്ങളും നീരുവെക്കാൻ തുടങ്ങി. പല വിരലുകളിലേക്കും നീലിച്ച ശരീരമാവുകയും അതിന്റെ വേദനയും സങ്കടവും അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചപ്പോ ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് ആ കൈപ്പത്തിയുടെ ഭാഗത്ത് വെച്ച് മുറിച്ചു കളയണം. തന്റെ കൈപ്പത്തി മുറിച്ച ഭാഗവുമായി പത്രങ്ങൾക്ക് മുൻപിൽ സങ്കടം പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകം മാത്രമാണ്. എന്തിനേറെ, ദുനിയാവ് പോലും നശ്വരമാണ് എന്ന് അല്ലാഹു തആല കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെന്തിനാണ് അല്ലാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്? ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന മാനേറിസ കൊട്ടാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ? പരസ്പരം പോരടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും തമ്മിലടിച്ചും ഈഗോയും പവറും കാണിച്ച് ആളുകൾക്കിടയിൽ ജീവിക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മോഡലുകൾ ഭക്ഷണങ്ങൾ വാരിത്തന്ന്
അറേബ്യനും ചൈനീസും തുർക്കിഷിന്റെയും മാസ്മരിക ലോകത്തിന്റെ സ്വാദ് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് മനുഷ്യനെ ഈ ലോകത്തേക്ക് നിശ്ചയിച്ചതെന്ന് അല്ലാഹു തആല കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്ക്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്കാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, തീർച്ചയായും ഈ ദുനിയാവ് നശ്വരമായൊരു ലോകം മാത്രമാണ്. ഈ ദുനിയാവിനൊരു കാലാവധിയുണ്ട്. ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ച എന്തിനും കാലാവധിയുണ്ട്. എങ്കിൽ വൽ ആഖിറതു ഖൈറും വഅബ്കാ, ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുള്ള ആഖിറം എന്ന ലോകത്തേക്ക് നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആ ആഖിറം എന്ന ലോകത്ത് റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാകുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പലപ്പോഴും മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, ഈ ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് നാളത്തെ ആഖിറം നിങ്ങൾക്ക് ഭംഗിയാക്കാൻ വേണ്ടിയാ. ആഖിറം എന്ന ലോകത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. ഏത് നിമിഷവും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ മുൻപിൽ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ. അതുകൊണ്ടാണല്ലോ തഴവ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതും, വലത്തക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തക ഉമ്മുക യബ്ന ആദമ ബാക്കിയ, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് കരയുന്നവനായിക്കൊണ്ടാണ്. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ സങ്കടപ്പെടും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാർ വെപ്രാളപ്പെടും. ആ ജനിച്ച കുട്ടി കരഞ്ഞാലോ, വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, അന്ന് നിങ്ങളുടെ കരച്ചിൽ കണ്ട് നിങ്ങളെ ചുറ്റുഭാഗത്തും കൂടി നിന്നവരൊക്കെ ചിരിച്ചവരാ. നിങ്ങളെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിങ്ങളെ കുടുംബക്കാർ, നമ്മളെ വാപ്പമാർ, നമ്മളെ വല്യപ്പമാർ. അന്ന് ജീവിച്ചിരിപ്പുള്ള നമ്മളുടെ ജനനത്തിന്റെ സമയത്ത് നമ്മൾ കരയുന്നത് കണ്ട് ചിരിച്ചവരവരൊക്കെ. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ദിനം വരാനുണ്ട്. അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ കരയുകയായിരിക്കും. ആ കരയുന്നവർക്ക് മുൻപിൽ നിശബ്ദനായി നീ അങ്ങനെ മരിച്ചു കിടക്കുമ്പം ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ, അവരൊക്കെ കരയുന്ന സമയത്ത് നിനക്കേറ്റവും മനസമാധാനത്തോടെ പുഞ്ചിരിക്കണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. ഏത് നിമിഷവും പടച്ച റബ്ബ് കൊണ്ടുപോകുന്ന യാത്രക്ക് മുൻപ് നിനക്ക് വേണ്ടി നീ അധ്വാനിച്ചു തുടങ്ങണം. ഇന്ന് നമ്മളിലൊക്കെ ഉള്ള പലർക്കുള്ളൊരു ധാരണ എന്താ? മയ്യത്തുസ്കരിക്കാൻ പള്ളിയിൽ വന്ന് അത്യാവശ്യം ജനങ്ങളൊക്കെ ഒന്ന് പള്ളി കയറി മയ്യത്തുസ്കാരത്തിന് പത്തിരിയാല് പള്ളീന്റെ 3 നിലയും നിറഞ്ഞ് പുറത്തേക്കൊരു പായൊക്കെ വിരിക്കേണ്ടി വന്നാൽ പിന്നെ ആഴ്ചകളോളം നാട്ടിലെ വർത്താനം എന്തായിരിക്കും? ഇതുപോലത്തെ ഒരു മയ്യത്തുസ്കാരം ഞങ്ങൾ പത്തിരിയാലിൽ കണ്ടിട്ടില്ല എന്നാ നമ്മളങ്ങ് ഉറപ്പിക്കും. ആ മരിച്ച വ്യക്തിയൊക്കെ എന്തായാലും സ്വർഗത്തിലാന്ന്. ഇന്നൊന്നും കൂടി പരിഷ്കരിക്കപ്പെട്ട ഒരു അന്ധവിശ്വാസമുണ്ട്. മറമാടിയ പള്ളിക്കാട്ടിലെ കബറിന്റെ മേലെയുള്ള ഏതെങ്കിലും ചെടി, തലക്കും ഭാഗത്തും കാൽഭാഗത്തും കുത്തിവെച്ചിട്ടുള്ള ചെടി, അത് മുല്ലയായാലും മൈലാഞ്ചിയായാലും അതെങ്ങാനും അത്യാവശ്യം നല്ലോണം പൊട്ടിമുളയ്ക്കുന്നത് കണ്ട ആൾക്കാർ പറയും കബറാളിക്ക് എന്തോ നല്ല സമാധാനം ഉണ്ട് കേട്ടോ, കാരണം നല്ലോണം അതിന്റെ മേലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന്. ഇതാണോ മരണത്തിന്റെ ഭംഗി? ലോകത്തിന്റെ ഹബീബായ നബിത്തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയും ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ, ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി 40 ആളുകൾ ആ മയ്യത്ത് നമസ്കരിക്കാൻ വരികയും ചെയ്താൽ, ഇല്ല
ശഫഅഹുമുല്ലാഹു അൻഹു, അവരിൽ നിന്ന് അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കും. അത് മാത്രമല്ല, ഹദീസിൽ ആ വന്ന 40 പേരാരായിരിക്കണം? ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാകണം, ഒരു ജാറത്തിങ്കലും പോകാത്തവരാകണം, ഒരു മക്ബറയിലും ഖുറാഫാത്ത് ചെയ്യാത്തവരാകണം, പ്രവാചകന്റെ പേരിൽ ബിദ്അത്തുകൾ ചെയ്യാത്തവരാകണം, കുടുംബബന്ധം മുറിച്ചവർ ആവാൻ പാടില്ല, ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മക്കളോടും കുടുംബത്തോടും നീതിയോടെ ജീവിച്ച് പെരുമാറിയവരാകണം, ഒരാളുടെ ഹക്കും ഒരാളുടെ മുതലും അന്യായമായി കട്ടെടുക്കാത്തവരാകണം, നാവുകൊണ്ട് മറ്റൊരുത്തന്റെ പച്ചയിറച്ചി തിന്നാത്തവരാകണം, പടച്ച റബ്ബിന്റെ മുൻപിൽ നമസ്കാരം എന്ന ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ മുൻപിൽ ശിരസുകൾ ചേർത്ത് വെക്കുന്നവനാകണം. ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ളവർ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റബ്ബ് അവരുടെ ശുപാർശ സ്വീകരിച്ചേക്കാം എന്നേ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരാൾ മരിച്ചാൽ പിന്നീട് ഒരു നോട്ടീസ് അടിച്ച് ഏകദേശം ഇടവണ്ണ ഭാഗത്തുള്ള എല്ലാ പള്ളികളിലും കൊടുക്കണം, എന്നിട്ട് മയ്യത്തസ്കരിക്കാൻ ആളെ കൂട്ടണം എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. വന്ന ആളുകൾ മുഅ്മിനീങ്ങളാവണം, വന്ന ആളുകൾ മുബഖിദുകളാവണം, നിസ്കരിക്കാൻ വന്നവർ മുത്തഖീങ്ങളാവണം, നമസ്കരിക്കാൻ വന്നവർ മുഹ്സിനീങ്ങളാവണം. എങ്കിൽ അവരുടെ നമസ്കാരം ഒരുപക്ഷെ അല്ലാഹ് സ്വീകരിച്ചേക്കാം എന്നാണ് ഹദീസിന്റെ വിവക്ഷ. പക്ഷേ ഇന്നോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളൊക്കെ മരിക്കുമ്പം ഒന്നാമത്തെ സൊഫിലുള്ളവരുടെ കണക്കെടുക്കുക. ആദ്യത്തെ വ്യക്തിയാരാ? മകനെ കൊണ്ട് സ്ത്രീധനം വാങ്ങിച്ച വാപ്പ. രണ്ടാമത്തെ വ്യക്തിയാരാ? സമ്പാദ്യത്തിൽ ഹക്കും ബാത്തിലും നോക്കാത്ത വാപ്പ. മൂന്നാമത്തെ വ്യക്തിയാരാ? ജോലിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്ന വാപ്പ. നാലാമത്തെ വ്യക്തിയാരാ? കാർണോരായിട്ട് പണങ്ങിക്കുന്ന വാപ്പ. ഇനി ഇങ്ങനെ ഓരോരുത്തരുടെയും അവനവന്റെ ദീനീ ക്വാളിറ്റികൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ എനിക്കും നിങ്ങൾക്കും മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നവരിൽ എത്ര പേരുടെ ഇബാദത്ത്, എത്ര പേരുടെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ഖബറിൽ ഉപകാരപ്പെടും ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ചിന്തിക്കുന്നിടത്ത് നമ്മൾ അള്ളാഹുവിനോട് പറയണം, റബ്ബേ, നാളെ നിന്റെ അരികിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോ ഈ ലോകത്ത് നിന്നും നിന്നിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന എന്റെ മയ്യത്തിനെ ഏറ്റവും മനോഹരമായി ഏൽപ്പിക്കാൻ അള്ളാഹുവിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ കൊണ്ട് എന്റെ യാത്ര നീ എളുപ്പമാക്കി തരണേ റബ്ബേ എന്ന് പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളും സഹാബത്തും പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനും സാധിക്കും. അതുകൊണ്ടാണ് ലോകത്തിന്റെ റബ്ബ് വിശദീകരിച്ചു തന്നതും ഈ ദുനിയാവ് ഏത് സെക്കൻഡും നശിക്കും. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹ് നിശ്ചയിച്ച സമയം എത്തുന്നതിന്റെ മുൻപ് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ സമയം അല്ലാഹു നിങ്ങൾക്ക് നീട്ടിത്തരുന്നില്ലെങ്കിൽ, അല്ലാഹു അത് വൈകിപ്പിക്കുന്നില്ലെങ്കിൽ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ എത്രയേറെ പേടിച്ചോടിയാലും ആ മരണം നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ യാത്ര റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിലാക്കാൻ നമ്മളെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി തുടങ്ങണം. അതുകൊണ്ടാ അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന കാഴ്ച നോക്കൂ. പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം സാബിർ എന്നൊരു ചെറുപ്പക്കാരൻ തന്റെ 2 കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഗുഡല്ലൂരിനടുത്ത് മലമുകളിലേക്ക് കയറുമ്പം ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചമെന്ന വർണ്ണലോകം കാണുക എന്ന ലക്ഷ്യം മാത്രമേയുള്ളൂ. ഗുഡല്ലൂരിന്റെ മലമുകളിൽ വെച്ച് 2-3 കടന്നലുകൾ വന്ന് കുത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ കയ്യിലുള്ള ടവലെടുത്ത് അതിന് ഓടിക്കാൻ നോക്കി. അത് പോകുന്നില്ലെന്ന് കണ്ടപ്പോ ഷർട്ടയിച്ചിട്ട് ആ കടന്നലുകളെ തുരത്താൻ ശ്രമിച്ചു. മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് കടന്നലുകൾ വന്നു. സാബിർ എന്ന ചെറുപ്പക്കാരന്റെ 4 ഭാഗത്തും ആ കടന്നലുകൾ കുത്തിത്തീർത്തു. ശരീരത്തിന്റെ കൺപോളകളിൽ പോലും, വ്യത്യസ്തമായ ശരീരത്തിന്റെ ഓരോ രംഗത്ത് പോലും ആ കടന്നലുകൾ അവരുടെ മുള്ളുകൾ കുത്തിയിറക്കി. കൂടെ വന്ന കൂട്ടുകാര് പേടിച്ചു മാറി നിൽക്കേണ്ടി വന്നു. പല സമയത്തും അവര് രക്ഷപ്പെടുത്താൻ മുൻപോട്ട് വന്നപ്പം ആ കടന്നൽ കൂട്ടങ്ങൾ അവർക്ക് നേരെയും ചീറിയെടുക്കാൻ തുടങ്ങി. മണിക്കൂറുകൾക്കപ്പുറം ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് നിശ്ചല ശരീരത്തോടുകൂടി കുന്നും മുകളിൽ വീഴുമ്പോ മിനിറ്റുകൾക്കപ്പുറം ഫയർഫോഴ്സ് തീപ്പന്തം കന്തിച്ചു വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ വേദനയുടെ അവസാനം അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പടച്ച റബ്ബ് നിങ്ങളെയും ദുനിയാവെന്ന് കൊണ്ടുപോകും.
അതാണ് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന മണ്ണിൽ നിന്ന് നാളെ സൃഷ്ടാവിന്റെ മുൻപിൽ നിങ്ങൾ ഓരോരുത്തരും പുനർജീവിപ്പിക്കപ്പെടും. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, മിൻ അയ്യു ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. ഏതൊരു വസ്തുവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ആ സൃഷ്ടിക്കപ്പെട്ട റബ്ബിന്റെ അരികിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് പടച്ച റബ്ബ് തന്ന ഒരു ഇടത്താവളം മാത്രമാ. 9 മാസം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂലോകത്തേക്ക് ഞാനും നിങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാവുന്നത്, കിട്ടുമെന്നുറപ്പുള്ളത്, ലോകത്തൊരാൾക്കും തടയാനാവാത്തത്, ലോകത്തൊരു പണത്തിനും വാങ്ങാനാവാത്തത്, ലോകത്തൊരു കോടീശ്വരനും തടയാൻ പറ്റാത്തത്, കിട്ടുമെന്നുറപ്പുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാ, അൽ മൗത്ത്. അത് നമ്മളുടെ മരണമാ. ആ മരണം നമ്മളെ ഏത് സെക്കൻഡും കൊണ്ടുപോകുമ്പോ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചതിന്റെ അടയാളങ്ങളും ഈ ലോകത്ത് നിന്ന് പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടതും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും മനസമാധാനത്തോടുകൂടി പടച്ചോനെ കണ്ടുമുട്ടാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ ഉഹദ് യുദ്ധത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന്റെ അവസാനം മാറി നിന്ന് സഹാബാക്കളുടെ എണ്ണം എടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ആ കൂട്ടത്തിൽ കാണുന്നില്ല. ആവേശത്തോടുകൂടി യുദ്ധം നടത്തിയിരുന്ന റബീഅയെ അന്വേഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സഅദ് ബിൻ സാബിത്തിനടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സാബിത്തെ, നീ ഒന്ന് ഉഹദിലൂടെ നടക്കണം. എന്നിട്ട് റബീഅയെ കണ്ടാൽ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ചോദിക്കണം. സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ മണൽത്തരികളിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ 26 പരം വെട്ടുകൾ കിട്ടി. സഅദ് ബിൻ റബീഅ അങ്ങനെ മരണത്തിന്റെ സങ്കടത്തോടുകൂടി കിടക്കുന്നത് കാണും. മരണവെപ്രാളപ്പെട്ടുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന സഅദ് ബിൻ റബീഅന്റെ അരികിൽ ചെന്ന് സഅദ് ബിൻ സാബിത്ത് ചോദിക്കുന്നുണ്ട്, റബീഅ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞയച്ചതാണ് എന്നെ താങ്കളുടെ വിവരം അന്വേഷിക്കാൻ. അതുകൊണ്ട് പറ റബീഅ, ഞാൻ എന്റെ പ്രവാചകനോട് എന്തു പറയണം? വേദന കൊണ്ട് പൊളയുന്നതിനിടയിലും സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സാബിത്ത്, താങ്കൾ പ്രവാചകനോട് പറയണം റബീഅയുടെ അവസ്ഥ മനോഹരമാണെന്ന്. റബീഅയുടെ ജീവിതം ഏറ്റവും മനോഹരമായി അവസാനിക്കാറായിട്ടുണ്ടെന്ന് പറയണം. റബീഅ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഗന്ധമറിയുന്നുണ്ടെന്നും ആ സ്വർഗത്തിൽ ഹബീബായ നബി തങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും താങ്കൾ പ്രവാചകന്റെ അരികിൽ ചെന്ന് പറയണം. അത് പറയാൻ വേണ്ടി മഹാനായ സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിരുന്നു. ഇതായിരുന്നു അവർ സ്വപ്നം കണ്ടത്, ഇതായിരുന്നു അവരാഗ്രഹിച്ചത്. ഈ ദുനിയാവിൽ ആളെ കാണിക്കാൻ ജീവിക്കണം, മറ്റുള്ളവനോട് മത്സരിക്കാൻ വേണ്ടി ജീവിക്കണം, അത്യാവശ്യം പണമുണ്ടാക്കി വെട്ടിപ്പിടിച്ച് ദുനിയാവൊന്ന് കളറാക്കണം, ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഒന്ന് പൂർത്തീകരിക്കണം, ഈ ദുനിയാവൊന്ന് ആർത്തുല്ലസിച്ച് ജീവിക്കണം. അല്ല, മറിച്ച് അവരാഗ്രഹിച്ചിരുന്നത് ഈ ദുനിയാവിൽ നിന്നും ഏറ്റവും സന്തോഷത്തോടുകൂടി മടങ്ങണമെന്ന. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലെത്തിയാലും അവർക്ക് അതേ സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഹൈസമ റളിയല്ലാഹു അൻഹുവിന് വിവാഹത്തിന് ശേഷം ഭാര്യ ഗർഭം ധരിച്ചു. ആ കുഞ്ഞിന് ജന്മം കൊടുത്ത് സഈദ് എന്ന പേരിട്ട് 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആ ഉമ്മ മരണപ്പെട്ടു. ഉമ്മയില്ലാത്ത തന്റെ മകനെ ഹൈസമ റളിയല്ലാഹു അൻഹു പൊന്നുപോലെ ആ മകന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു വളർത്തും. ആ മകന്റെ വളർച്ചയെത്തിയ സമയത്ത് വാപ്പയും മകൻ സഈദ് റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോ പെട്ടെന്ന് മദീനയിലെ തെരുവിൽ നിന്ന് വല്ലാത്തെന്തോ ഒരു ശബ്ദം കേൾക്കും. ഹൈസമ റളിയല്ലാഹു അൻഹു മകൻ സഈദിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, സഈദ്, നീ ഒന്ന് ചെന്നു നോക്കണം എന്താണ് മദീനയിലെ ആ ശബ്ദത്തിന്റെ കാരണമെന്ന്. എന്റെ പ്രവാചകനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ
നീ എന്നോട് വന്ന് വിവരം പറയണം. മകനെ യാത്രയാക്കിയ ഹൈസമ റളിയല്ലാഹു അൻഹു മകന്റെ തിരിച്ചുള്ള വരവിന് വേണ്ടി വീട്ടിന്റെ മുറ്റത്ത് കാത്തിരിക്കാൻ തുടങ്ങി. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകൻ വരുന്നില്ല. മകനെ തെരഞ്ഞിറങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോ പെട്ടെന്ന് ദൂരത്ത് നിന്നും സഈദ് റളിയല്ലാഹു അൻഹു ഓടിക്കതച്ചു വന്ന് വാപ്പാന്റെ മുൻപിൽ വെച്ച് ചോദിച്ചു, വാപ്പാ, നിങ്ങളുടെ വാളെവിടെ? നിങ്ങളുടെ വാളെവിടെ വാപ്പ? എറയത്ത് തൂക്കിയിട്ടിരുന്ന വാളെടുത്ത് അരയിൽ തിരിച്ചോടാൻ നിൽക്കുന്ന മകനെ കെട്ടിപ്പിടിച്ചിട്ട് ഹൈസമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ സഈദേ, നിന്നെ ഞാനൊരു വിവരമറിയാൻ പറഞ്ഞയച്ചതല്ലേ, എന്താണ് ആ ശബ്ദത്തിന്റെ കാരണം? സഈദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉപ്പാ, നമ്മളാ കേട്ടത് റസൂലുള്ളാഹിനെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല, മറിച്ച് യുദ്ധത്തിനു വേണ്ടി പ്രവാചകൻ സഹാബാക്കളെ ഒരുക്കി നിർത്തുന്ന ആ ശബ്ദമാ. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉപ്പ. അതുകൊണ്ട് എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങണം. മകന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ പിതാവിന്റെ വാക്കിങ്ങനെയായിരുന്നു, മോനെ, നിനക്കിനിയും അവസരങ്ങൾ വരും. നിന്റെ വാപ്പാക്കിനി അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. വാപ്പയുടെ തല നരച്ചു തുടങ്ങിയിട്ടുണ്ട്, വാപ്പയുടെ കൈകൾ ബലഹീനമായിട്ടുണ്ട്. അതുകൊണ്ട് മോനെ സഈദേ, ആ യുദ്ധത്തിൽ ഉപ്പ പങ്കെടുത്തുകൊള്ളാം. തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി ആ പിതാവ് അത് പറയുമ്പോ ആ മകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പാ, ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ നിങ്ങൾ പറഞ്ഞു സന്തോഷിപ്പിക്കുന്നതാണ് റബ്ബിന്റെ സ്വർഗം. നിങ്ങളുടെ വാക്കുകളിലൂടെ ഞാൻ ആ സ്വർഗം കണ്ടിട്ടുണ്ട് വാപ്പാ. എന്റെ പ്രവാചകൻ എനിക്ക് നിശ്ചയിച്ചത് ആ സ്വർഗമാണെങ്കിൽ ഞാൻ ആ സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കും വാപ്പ എന്ന് സ്വന്തം പിതാവിന്റെ മുഖത്തു നോക്കി സമ്മതത്തോടുകൂടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയും ആ യുദ്ധക്കളത്തിൽ വെച്ച് മകൻ ഷഹീദായി എന്ന് കേട്ടപ്പം ഖൈസമ എന്ന വാപ്പ മദീന പള്ളിന്റെ മുറ്റത്ത് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ, എന്റെ മകൻ സഈദിനെയും അവന്റെ ഉമ്മയെയും ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൊള്ളാമെന്ന് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോ കേട്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, ഹൈസമ, ആരാ കരയാൻ പഠിപ്പിച്ചത്? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലും പടച്ചോന്റെ തീരുമാനത്തിലും കരയാനാണോ ഹൈസമ റസൂലുള്ള പഠിപ്പിച്ചത്? കേട്ടു നിൽക്കുന്ന തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു, അത് ഹൈസമയുടെ കണ്ണുനീരല്ല, അത് വേദന കൊണ്ടുള്ള കണ്ണുനീരല്ല. ഏത് മക്കൾക്കും ഏത് മാതാപിതാക്കൾക്കും മക്കളോടുള്ള സ്നേഹമാണ് ആ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്നത്. നിങ്ങൾ ഹൈസമാനെ കുറ്റം പറയരുതേ എന്ന് തിരുദൂതൻ കൽപ്പിക്കുമ്പോ കണ്ണുനീരോടെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി സ്വന്തം മകനെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം പഠിപ്പിച്ച ആ സഹാബത്തിന്റെ ജീവിതം, ആ ഒരു മടക്കത്തിന് വേണ്ടിയാ പടച്ച റബ്ബ് ദുനിയാവ് എനിക്കും നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു മടക്കം സ്വപ്നം കാണാൻ വേണ്ടിയാ അല്ലാഹ് നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത്. ആ ഒരു മടക്കത്തിന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയുമാ ഞാനും നിങ്ങളും മത്സരിക്കേണ്ടത്. ഈ ലോകത്തുള്ള കോടാനുകോടി കൊടുത്താലും കിട്ടാത്ത പടച്ചോന്റെ സ്വർഗം അല്ലേ? വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് മദീനത്തെ പള്ളിയിൽ ഓതുമ്പം സഹാബത്ത് പൊട്ടിക്കരഞ്ഞ വാക്യങ്ങളില്ലേ? യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതി ഇല്ലതി തുവി. പകരം കൊടുക്കാൻ ഈ ഭൂലോകത്തുള്ള സർവ്വതും വെച്ച് നീട്ടിയാലും തരില്ലെന്ന് പടച്ച റബ്ബ് പറയുന്ന ആ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ആ സ്വർഗീയ ആരാമങ്ങൾക്ക് വേണ്ടി മത്സരിക്കാനാ അല്ലാഹ് ദുനിയാവ് തന്നത്. ആ ദുനിയാവിൽ വെച്ച് പലതും നേടി അള്ളാന്റെ സ്വർഗത്തിലേക്ക് മടങ്ങിയവരുണ്ട്. പക്ഷെ ഇന്നോ എന്തേ നമ്മളുടെ ജീവിതം ആ സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടും ആ സ്വർഗത്തിന് വേണ്ടി ഉറപ്പോടുകൂടി ജീവിക്കാൻ പറ്റാത്തവരായി നമ്മൾ മാറി? ഏത് രംഗത്താ നമുക്ക് അള്ളാഹുവിനോടൊരു നല്ല ഉത്തരം പറയാനുള്ളത്? എത്രയേറെ ബന്ധങ്ങളാ നശിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ആളുകളാ പൊരുത്തം കിട്ടാതെ മരിക്കുന്നത് അല്ലേ? പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലെ കള്ളിച്ചെടിന്റെ താഴത്ത് കിടക്കുന്ന പലർക്കും സമാധാനമല്ല, പലർക്കും പൊരുത്തം കിട്ടിയിട്ടില്ല, പലരും പൊരുത്തം വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ടാ ഇന്ന് മുഖത്തോട് മുഖം നോക്കാൻ മടിയ, പറഞ്ഞ സലാം അടക്കാൻ മടിയ. ഇന്നതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പൊരുത്തം കിട്ടാതെയും പൊരുത്തം വാങ്ങാതെയും മനസ്സിന്റെ പകയും വെറുപ്പും ഈഗോയും വിദ്വേഷവും പകയും വെറുപ്പും മനസ്സിന്റെ ഉള്ളുകളിൽ കൊണ്ടു നടന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുന്ന നമ്മളുടെ കൽബ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു തവണയെങ്കിലും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് കടക്കുമ്പം എന്റെ കബറിൽ എന്റെ കരളെടുത്തു നോക്കുന്ന റബ്ബിന് എന്റെ കൽബിനുള്ളിൽ ഒരു കറുത്ത പുള്ളി പോലും കാണാൻ പറ്റരുതേ എന്ന്
ആഗ്രഹത്തോടെ ജീവിച്ച് നമസ്കരിക്കുന്നവനാണെങ്കിൽ ആ നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ പൊരുത്തം കിട്ടാതെ മരിക്കൂല, കുടുംബക്കാരായിട്ട് പണങ്ങൂല, ഒരാളൊരു ഉറുപ്പ്യം കട്ടെടുക്കൂല, ഭാര്യനോട് അനീതി കാണിക്കൂല, ഭർത്താക്കന്മാരെ വഞ്ചിക്കൂല, മക്കളോട് ഏതെങ്കിലും അർത്ഥത്തിൽ വൃത്തികേട് കാണിക്കുന്ന നീതി കാണിക്കാത്ത മാതാപിതാക്കളാവൂല. എന്തേ അത് ആവാനുള്ള കാരണം? നമസ്കാരമേയുള്ളൂ, കൽബ് നന്നായിട്ടില്ല. നോമ്പ് നോറ്റിട്ടേയുള്ളൂ, കൽബ് നന്നായിട്ടില്ല. പരിശുദ്ധ ഹറമിൽ ചെന്നിട്ടേയുള്ളൂ, ആളുകളുടെ ഹൃദയത്തിൽ നന്മകൾ വന്നിട്ടില്ല. ബാധ്യതകൾ കിട്ടാതെ, ബാധ്യതകൾ തീർക്കാതെ മരിക്കുന്നവർ ഇന്ന് അങ്ങനെയൊക്കെയാ. ഞാൻ പറയാറുണ്ട്, ഇന്ന് വാപ്പാന്റെ മയ്യത്ത് കുണ്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിക്ക് തിരിച്ചു വരുന്ന മക്കൾക്കുള്ള ആദ്യത്തെ ചിന്ത എന്താണെന്നറിയോ? എല്ലാം ഒന്ന് വ്യവസ്ഥപ്പെടുത്തണം. അതുവരെ വാപ്പാനെ നോക്കാൻ ഒഴിവ് കിട്ടാത്തവനും അതിനൊഴിവ് കിട്ടും. അതുവരെ ഒഴിവ് കിട്ടാത്ത പെൺകുട്ടികളും വാപ്പാന്റെ മുതൽ വ്യവസ്ഥപ്പെടുത്താൻ വരും. ആ വ്യവസ്ഥപ്പെടുത്തുന്ന സമയത്തിന്റെ മുൻപ് നമ്മളോട് അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? പള്ളി കൊണ്ടെക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്നും ഉമ്മാന്റെ തലക്കും ഭാഗത്തുനിന്നും ചില മക്കള് ആ സമയത്ത് പറയും, ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളായ ഞങ്ങളെ സമീപിക്കുക, അല്ലെങ്കിൽ ഉസ്താദ് പറയും, മൗലവി പറയും, ഇന്ന മക്കളെ കാണുക. ആ മക്കളെ കണ്ടാൽ പോലും പിന്നീട് പലരും പൈസ കൊടുക്കാറില്ല. എത്ര രക്ഷിതാക്കൾ ആ ബാധ്യതകളുടെ ഭാണ്ഡങ്ങളുമായി കബർ കിടക്കുന്നതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, എഴുതി വെക്കണട്ടോ. ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാ ഞാൻ പറയുന്നത്. ഒരു വാപ്പ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുൻപ് ഒരു മകളുടെ വീട്ടുകൂടലുണ്ടായപ്പോ ആ മകൾക്ക് എന്തോന്ന് കൊടുക്കാൻ ആരും അറിയാണ്ട് നാട്ടിലുള്ള ഒരുത്തനോട് ഒരു കടം വാങ്ങി. ഏകദേശം 20,000 രൂപന്റെ താഴെ. അത് ഞാനങ്ങ് കൊടുത്തോളും എന്നാണ് വാപ്പ തീരുമാനിച്ചതും. പക്ഷെ പടച്ചോന്റെ തീരുമാനം പെട്ടെന്ന് പിതാവ് മരണപ്പെട്ടു. മയ്യത്തുസ്കാരൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ആ മക്കളെടുത്തേക്ക് ബാധ്യത പറയാൻ വന്ന ചെറുപ്പക്കാരനോട് മക്കൾ പറഞ്ഞ മറുപടി, വാപ്പ അങ്ങനെ വാങ്ങുന്ന ഒരാളല്ല, വാപ്പക്ക് അതിന്റെ ആവശ്യവുമില്ല, വാപ്പാക്ക് എന്തേ ചെലവിനുണ്ട്, ഞങ്ങൾ കൊടുക്കാറുണ്ട്, പിന്നെ വാപ്പന്തിനാ എന്നോട് പൈസ വാങ്ങുന്നത്, വാങ്ങിയ വാപ്പയാണെങ്കിൽ വാപ്പാനോട് പോയി വാങ്ങിക്കോ. ഈ ഒരു വർത്താനം സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നുള്ളത് കൊണ്ടാ അള്ളാന്റെ ഹബീബ നബിത്തങ്ങൾ ആദ്യം എന്തു പറഞ്ഞേ? മരിച്ച വാപ്പാന്റെ അനന്തര സ്വത്ത് വീതിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ അത് വിൽക്കണം. വാപ്പക്ക് കടണ്ടെങ്കിൽ വീട്ടാൻ മക്കളാ നിങ്ങൾക്ക് പറ്റെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം. ഉമ്മാക്ക് കടണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് വിറ്റിട്ട് കടം വീട്ടണം. ഇന്ന് വേറൊന്നും കൂടി പരിഷ്കരിക്കപ്പെട്ടു. മൂത്തോൻ പറയും ഇളയോൻ തരുന്നു. കാരണം എന്താ? 10 റിയാൽ റോഡ് സൈഡ് വീതം വെച്ചപ്പോ കിട്ടിയതോനാ, നിങ്ങൾ ഓനോട് വാങ്ങിക്കോളൂ, ഇക്ക മൂല മേലെയാ കിട്ടിയത് എന്നറിയും. അവനോട് വെക്കുമ്പോ പറയും, എനിക്ക് ഇവിടെ കിട്ടിയത് ഇപ്പൊ എന്തോ ഗുണം നടക്കുക, റോഡിന്റെ സൈഡാ, ഏത് സമയവും ഗവൺമെന്റ് വരും, റോഡൊക്കെ ഇപ്പം ഗവൺമെന്റ് കൊണ്ടുപോകും, കിട്ടിയത് ഇപ്പൊ കാക്കാക്ക് ആ മലമുകളിലുള്ള റബ്ബർ തോട്ടത്തിന്റെ 60 സെന്റാ, നിങ്ങൾ ഓനോട് വാങ്ങിക്കോന്നറിയും. പല മക്കളുടെ കൂടെയും നടന്നിട്ട് അവസാനം കൊടുത്ത് കിട്ടാതെ ഹൃദയം പൊട്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ കിട്ടൂല പടച്ചോന്റെ കബറിൽ ഒരു ബർക്കത്ത്, സമാധാനം കിട്ടൂല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദുനിയാവിൽ നിന്നും ബാധ്യതകൾ തീർക്കാതെ മടങ്ങുന്നവരുണ്ട്, എഴുതി വെക്കാത്ത കടക്കാരുണ്ട്, കടം വാങ്ങി പറ്റിക്കുന്നവരുണ്ട്, അതിനേക്കാളേറെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർ, തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും കണ്ടും അനുഭവിച്ചും ജീവിക്കുന്നവർ. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മളുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ലിബറലുകൾ കുത്തിവെച്ചതാ ചിന്തയാ, ലൈഫ് ഈസ് വൺ ടൈം ഓഫർ, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ജീവിതം ഞാൻ ആസ്വദിച്ചു തീർക്കണം. സുപ്രസിദ്ധരായ സിനിമാ നടന്മാരുടെ സിനിമകളിലൂടെയും അവരുടെ ക്യാപ്ഷനുകളിലൂടെയും ഈ വളരുന്ന തലമുറയുടെ ഹൃദയത്തിൽ ലിബറൽ ചിന്താഗതികൾ കുത്തിവെച്ചു. പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത്. കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര സിനിമാ നടന്മാരിൽ ആരുടെയെങ്കിലും ഡൈവോഴ്സ് ഉണ്ടെങ്കിൽ ആ ഡൈവോഴ്സായ കുടുംബത്തിന്റെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, എന്തിനാ വിവാഹം? വിവാഹം ഒരു കെട്ടിക്കൊടുക്കലല്ലേ, എന്തിന് കല്യാണം കഴിക്കണം? അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാലത്തോളം ആസ്വദിച്ച് ജീവിച്ചോ, അനുഭവിച്ച് ജീവിച്ചോ, വിദ്യാഭ്യാസം നേടിക്കോ, പഠിച്ചിട്ടൊരു ജോലി വാങ്ങിക്കോ, എന്നിട്ട് നീ പോറ്റുന്നൊരു പിയ്യാപ്പനെ കല്യാണം കഴിച്ചോ എന്ന് ലിബറലുകൾ കുത്തിവെച്ചതുകൊണ്ടാ 25, 26, 27, 28 വയസ്സായിട്ടും പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടാത്ത, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ആൺമക്കൾക്ക് പെണ്ണ് കിട്ടാത്ത. ഈ പറഞ്ഞതിന്റെ അർത്ഥം പഠിപ്പിക്കണ്ടെന്നോ ജോലി വാങ്ങണ്ടെന്നോ അല്ല, മറിച്ചും പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ജീവിതം എന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് മേലെ ജീൻസ് ഉടുക്കലും കണങ്കാലിൽ ചരട് കെട്ടലും ശരീരത്തിന്റെ മാറ് കാണിക്കുന്ന ബനിയൻ ക്ലോത്തിടലും അതല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ വേഷം കെട്ടി നടക്കലും അല്ല. നിനക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്
ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഏറ്റവും നേട്ടത്തിന്റെ കാരണക്കാരനാക്കി വളർത്തി നിനക്ക് ചെലവിന് നൽകുന്ന ഭർത്താവിന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവനെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നീ പണിയെടുക്കുകയാണെങ്കിൽ ഒരായുസ് മുഴുവൻ പകലന്തിയോളം കഷ്ടപ്പെട്ട് വെയിൽ കൊള്ളുന്ന ആണിനേക്കാളും അള്ള വിലമതിക്കുന്നത് പെണ്ണെ നിന്റെ അധ്വാനത്തിനാണെന്നും നിന്റെ ഉദരത്തിലുള്ള സ്ഥാനത്തിനാണെന്നും നിന്റെ കാൽച്ചോട്ടിലാണ് പടച്ചോൻ സ്വർഗം സൃഷ്ടിച്ചതെന്നും 8 വാതിലുകൾ സ്വർഗത്തിന്റേത് നിനക്കാണ് റബ്ബ് തുറന്നു തരുന്നതെന്നും പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം കല്യാണം വേണ്ട, അവര് പഠിക്കട്ടെ, ആസ്വദിക്കട്ടെ, എന്നിട്ട് അനുഭവിക്കട്ടെ, ആസ്വാദന ലോകത്ത് ജീവിച്ചതിന് ശേഷം വേണമെങ്കിൽ കല്യാണമൊക്കെ നോക്കാമെന്ന ചിന്ത മാതാപിതാക്കളിൽ ചിലർക്കും വന്നു തുടങ്ങിയതിന്റെ സങ്കടമാ ഇന്ന് സമൂഹം അനുഭവിക്കുന്നത്. ആക്ഷേപിക്കുകയല്ല. ആൺമക്കളെ പറ്റി ചിന്തിച്ചു നോക്കൂ. കുത്തയിഞ്ഞ ജീവിതമാണ് ലഹരി എന്നവരുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ടു. ആര്? പരസ്യ മോഡലുകൾ, സിനിമാ നടന്മാർ. വയലൻസ് മാത്രം ഇഷ്ടപ്പെടുന്ന കൗമാരങ്ങളായി മാറി അല്ലേ? മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ചെറുപ്പക്കാരന്റെ ക്വാളിറ്റി എന്താ? യൂട്യൂബിന്റെ വരുമാനത്തിന് വേണ്ടി മാത്രം ദ്വയാർത്ഥ പ്രയോഗങ്ങളും വൃത്തികെട്ട വാക്കുകളും മീഡിയകളിലൂടെ പറഞ്ഞ് 1 മണിക്കൂർ ലൈവിന് 5-6 ലക്ഷം വാങ്ങുന്നവന് മക്കൾ അഡിക്റ്റായി. മക്കളല്ല, ഈ യൗവനങ്ങൾ, ടീനേജ് പ്രായം. കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലേക്ക് ഇടേണ്ടതിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്കിടുകയും ശരീരത്തിലേക്കുള്ള വസ്ത്രം ധരിക്കാതെ അയിഞ്ഞാടുകയും ചെയ്യുന്നവൻ മലപ്പുറം ജില്ലയിൽ ഉദ്ഘാടനത്തിന് വന്നപ്പോ ചെറിയ 8ഉം 8ഉം തിരിയാത്ത 8ആം വയസ്സുകാരനെ കൊണ്ടും 10ആം വയസ്സുകാരനെ കൊണ്ടും മലപ്പുറം ബ്ലോക്കായി. പോലീസുകാരിടപെട്ടു. അന്ന് പോലീസുകാര് അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ 8ഉം 8ഉം തിരിയാത്ത ആ കൗമാരങ്ങള് പോലീസുകാരോട് തിരിച്ചു പറഞ്ഞത്, ഞങ്ങളുടെ ഇൻഫ്ലുവൻസറെ, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള യൂട്യൂബറെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കേരളം ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും 25 വയസ്സുകാരനല്ല, 8 വയസ്സുകാരനാ. അതുകൊണ്ടാണല്ലോ യുവാക്കളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടതും വയലൻസ്, അതിന്റെ പാട്ടുകൾ. കൗമാരങ്ങൾ, ക്യാമ്പസുകൾ അതിനായി മാറിക്കഴിഞ്ഞു. പേനക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കും. കുത്ത് ഹരിശ്രീ കുത്തിത്തുടങ്ങിയില്ലേ? ക്യാമ്പസുകൾ കൊലാലയങ്ങളായി. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തത്തിന്റെ ലക്ഷണമായി ഈ കൗമാരങ്ങളെ അവർ പറഞ്ഞു പറ്റിച്ചു. ഒരായുസ് മുഴുവൻ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടതിന് പകരം നാൽക്കാലിൽ തെരുവോരങ്ങളിൽ തെണ്ടിത്തിരിയുന്ന ലഹരിയുടെ ദുരന്തത്തിന്റെ മായാലോകത്തേക്ക് ഈ മക്കൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് വെട്ടിപ്പിടിച്ചോടുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യം, നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ പടച്ചോൻ ചോദിക്കും. അത് മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, കുടുംബമാവട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, പടച്ചോൻ എന്ത് തന്നിട്ടുണ്ടോ നൽകപ്പെട്ട സർവ്വതിനെ കുറിച്ചും അള്ളാനോട് കണക്ക് പറയേണ്ടി വരും. തിന്നാൻ കൊടുത്തോന്നുള്ള കണക്കല്ല, പഠിപ്പിച്ചോന്നുള്ള കണക്കല്ല, മറിച്ച് നിന്റെ മക്കൾക്ക് നീ ഒരു നല്ല വാപ്പയായോ, നിന്റെ മക്കൾക്ക് നീ നല്ലൊരു ഉമ്മയായോ, നിന്റെ രക്ഷിതാക്കൾക്ക് നീ നല്ലൊരു മക്കളായോ, അവർക്ക് സ്വർഗം കാണിച്ചു കൊടുത്തോ എന്ന റബ്ബിന്റെ ചോദ്യം. അതുകൊണ്ടാണല്ലോ മഹാനായ തിരുദൂതന് കാരക്കയുടെ പൂർണ്ണമായ ഒരു കാരക്ക കിട്ടിയപ്പോ അള്ളാന്റെ ഹബീബ് കരഞ്ഞു. ഒരു പൂർണ്ണമായ കാരക്ക കിട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരയുക. സഹാബത്ത് ചോദിച്ചു, റസൂലേ എന്തിനാ അങ്ങൾ കരഞ്ഞ്? റസൂലുള്ള കണ്ണുനീരോടെ പറഞ്ഞു, വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ കാരക്കയെ പറ്റി പോലും പടച്ചോൻ ചോദിക്കും. ഞാൻ പറയാറുണ്ട്, നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകള് അത് നമ്മളെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുക്കം കിട്ടൂല. ഇക്കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങൾക്ക് 4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു. ജുമുഅക്ക് ശേഷം കുറെ കരഞ്ഞു അവൻ. ഇപ്പൊ ഞാൻ ചോദിച്ചു എന്താ? ഓൻ പറഞ്ഞു, എന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുൻപ്. കല്യാണം കഴിഞ്ഞു, ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ. പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞ്, അനിയനെ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഉമ്മ ഞങ്ങളെ വിട്ടുപോയതാ. പിന്നെ ഉപ്പയും അമ്മായിമാരും ഒക്കെയാ ഞങ്ങളെ നോക്കി. ഏകദേശം കൊറോണ കഴിഞ്ഞൊരു കൊല്ലത്തിന്റെ ഇടക്ക് വാപ്പയും പോയി. എന്റെ കല്യാണമായിരുന്നു 2 ആഴ്ച മുൻപ്. ഞാൻ ആ കല്യാണത്തിന് വീട്ടിന്നിറങ്ങുമ്പോ എനിക്കെന്റെ നെഞ്ചു പടയാൻ തുടങ്ങി. ഞാൻ എന്റെ പെണ്ണിനെയും കൂട്ടി തിരിച്ചു വന്നപ്പോ ഒന്ന് കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഉമ്മല്ല, എനിക്കൊരു പെങ്ങളുമില്ല. അവസാനം വീട്ടിക്ക് വന്നവരൊക്കെ സലാം യാത്ര പറഞ്ഞു പോയപ്പോ ഇന്നേക്ക് 2 ആഴ്ചയായി
ഒരാഴ്ച കുടുംബക്കാരൊക്കെ വീട്ടിൽ നിന്നു. ഇപ്പൊ ഞാനും എന്റെ അനിയനും എന്റെ പെണ്ണുമാ മാത്രം ഉള്ളത്. പക്ഷെ എനിക്ക് എന്റെ വീട് ഇത്രത്തോളം വേദന നൽകുന്ന ഒരു സ്ഥലമായി മാറുന്നത് ഞാൻ ഇപ്പോഴാ അറിയുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വാപ്പയുമ്മയൊക്കെ ഒരു വലിയ നിഅമത്താ. നമുക്കൊരാളുണ്ടാവുക, കയറി ചെല്ലുമ്പോ ഒന്ന് സലാം പറയാണ്ടാവുക, ഇനി എപ്പോഴാ മോനെ വന്നോന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവുക, സൂക്ഷിച്ചു പോണട്ടോ ഇനി ദ്വാരിക്കണട്ടോ എന്ന് പറയാൻ ഒരു ഉമ്മയും വാപ്പയും ഉണ്ടാവുക, കയറി വരുമ്പോ ഒന്ന് കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു പെങ്ങളുണ്ടാവുക, കല്യാണക്കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കാൻ ഒരു ഏട്ടനുണ്ടാവുക. ഇതൊക്കെ നിയമത്താ. പലർക്കും പടച്ചോൻ കൊടുക്കാത്തതാ എനിക്കും ഇങ്ങൾക്കും തന്ന്. ഭാര്യ അള്ളാന്റെ ഒരു വലിയ നിയമത്തല്ലേ? എത്ര പേരാ ഭാര്യ മരിച്ചോയന്റെ വേദനയായിട്ട് ജീവിക്കുന്നത്? എത്ര പേരാ രണ്ടാമത് കെട്ടിയിട്ടും ആദ്യത്തോളം മനസ്സിന്ന് ഒന്ന് പറിച്ചു മാറ്റാൻ പോയിട്ട് ആ ഓർമ്മയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവളെപ്പോലെ എനിക്ക് ഒരാളാവുന്നില്ല എന്നുള്ള സങ്കടത്തോടെ രണ്ടാമത് കെട്ടിയതിന്റെ സങ്കടത്തിൽ ജീവിക്കുന്നവരില്ലേ? മരിച്ചുപോയ ഭർത്താവിന്റെ ഷർട്ട് മാത്രം ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെക്കുന്ന ഭാര്യമാരില്ലേ? ഒറ്റപ്പെട്ടു എന്നും സങ്കടപ്പെടുന്നും തോന്നുമ്പോഴേക്കും മരിച്ചോയ ഭർത്താവ് പുതച്ചിരുന്ന പുതപ്പ് മാത്രം എടുത്ത് കിടന്നുറങ്ങുന്നമാരില്ലേ? പെൺമക്കളില്ലേ? അള്ള ദുനിയാവ് തന്നത് ഏത് നിയമത്താണെങ്കിലും നാളെ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അള്ളാഹു അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഈ ദുനിയാവെന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ഒരുപാട് ആൾക്കാരെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടും ആവാൻ പാടില്ല. ഏത് യാത്രയും ഏറ്റവും മനോഹരമായിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോകാൻ പറ്റണം. എനിക്കിങ്ങൾക്കും ദുനിയാവെന്ന് കിട്ടുന്ന അനന്തര സ്വത്തതാ. നാളെ മറ്റന്നാളും ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതുപോലെ മദീന പള്ളിന്റെ മിമ്പറിൽ വെച്ച് സഹാബത്തിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം? ഞാൻ ആ ചോദ്യങ്ങളോടും കൂടി ചോദിക്കുക. വാപ്പാരെ, നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്താണ് ഇഷ്ടം. അത് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ, അതിൻ്റെത് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സമാധാന. പത്തിരിയാല് റോഡ് സൈഡിലുള്ള 60 സെന്റ് കാലി സ്ഥലം ആരുതാന്ന് ചോദിക്കുമ്പം അമ്മതോന്റെതാന്ന് കേൾക്കുമ്പോ ഒരു സുഖ. അല്ലെങ്കിൽ പടച്ചോൻ എന്റെ സ്വർണ്ണാഭരണം ഏകദേശം ഒരു 10-13 പവന് അതിൻ്റെത് മാത്രം എനിക്കിന്റെ വാപ്പയമ്മയും തന്നതാന്ന് കേൾക്കുമ്പോ ഒരു സുഖ. അതല്ലേ റസൂലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സ്വത്ത്? അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്കാൻ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടതല്ലേ, ഇവിടെ ബാക്കിയാക്കി പോകേണ്ടതല്ലേ? അതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത്, മനുഷ്യരെ, നിങ്ങൾ മരിച്ചാൽ നമ്മളെ ഓർത്തൊരാൾ പടച്ചോനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതിന്റെ നിങ്ങളെ അനന്തര സ്വത്ത. ഒരു മനുഷ്യന് ഈ നാട്ടിൽ നിന്ന് മരിക്കുമ്പോ ആ മരണവാർത്ത കേട്ട ഉടനെ ഒറ്റൊരാൾ പറയാ, നല്ല മനുഷ്യനായിട്ടോ, പടച്ചോൻ ആ കബറൊന്ന് നന്നാക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നതും ആ പ്രാർത്ഥന എനിക്കും ഇങ്ങൾക്കും കിട്ടുന്ന അനന്തര സ്വത്താ. ആ അനന്തര സ്വത്ത് കിട്ടാൻ ആ പണിയെടുക്കണ്ട്. എന്നാ അതേ സ്ഥാനത്ത് എന്താ ചിലര് പറയാ, മരിച്ചു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പറയും, നോക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, അളിയനെ കേസ് കൊടുത്ത് ജയിലിൽ കയറ്റി, ആങ്ങളനെ തല്ലി, പെങ്ങന്മാരെ പുറത്താക്കി, നാട്ടുകാർക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല, ഉള്ളത് അവനാന്റെ പെരുമ കയറ്റിയും വാഹനം മാറ്റിയും ഒരു മനുഷ്യനൊരു ഗുണമില്ലാണ്ട് പോണത് കണ്ടോ? കൊണ്ടുപോയി കേട്ടോ, എന്താ അവൻ കൊണ്ടുപോയത് എന്നും ചോദിക്കും. മരിച്ചിട്ട് കിട്ടുന്ന അനന്തര സ്വത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളാ, നാവുകളാ. നമ്മൾ ജീവിച്ചിരുന്ന ഈ ലോകത്ത് നമ്മളെ കൊണ്ടുണ്ടായ ഗുണങ്ങളാ. അതിനെന്തു വേണം? ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏത് രംഗവും ഭംഗിയാക്കണം. അള്ള തന്ന ഏത് ജീവിതത്തിന്റെ മേഖലകളും നമുക്ക് ഏറ്റവും മനോഹരമാക്കാൻ പറ്റണം. അതുകൊണ്ടാ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും അക്മലൽ മുഅ്മിനീന ഈമാനൻ, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ 5 വക്തിനും പള്ളിയിലുണ്ടോ, 5 വക്തിനും കറക്റ്റ് നിസ്കരിക്കുന്നുണ്ടോ, ഓൻ ഇടക്കിടക്ക് ഖുർആൻ ഓതുന്നുണ്ടോ, ഓം ഖതമുകൾ ഓതി തീർക്കുന്നുണ്ടോ, റമദാനിലെ എല്ലാ പകലും നോമ്പ് വെച്ച് രാത്രി തറാവിക്ക് വന്നിട്ടുണ്ടോ, അവൻ അള്ളാന്റെ കഅബാലയത്തിങ്കലേക്ക് ചെന്നിട്ടുണ്ടോ, അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അക്മലൽ മുഅ്മിനീന ഈമാനൻ, ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അഹ്സനുകും ഖുലുഖാ, അവന്റെ സ്വഭാവം നന്നാക്കുമ്പോഴാണ്. അവന്റെ സ്വഭാവം അവന് നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ, അവന്റെ ഈമാൻ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇന്ന് ഞാൻ പറയാറുണ്ട്, ഈമാന്റെ കാര്യത്തിൽ എല്ലാവരും ക്ലിയറാ. നിസ്കരിക്കുന്ന വിഷയത്തിൽ നിസ്കരിച്ച് സലാം വീട്ടിയാ പിന്നെ പോകുന്ന വീട്ടിലേക്ക് പോകുമ്പോ മനുഷ്യന്റെ ഹൃദയം
ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് മാറുക. കാരണം എന്താ? ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നുണ്ട്, മറുഭാഗത്ത് പലിശ ഇടപാട് നടത്തുന്നുണ്ട്. ലോണ പെണ്ണുങ്ങളെ പണ്ടം ലോണില, ഓൻ തന്നെ മാസാമാസം ലോൺ അടിച്ചുകൊണ്ടിരിക്കുക. ഹക്കും ചെയ്യുക, ബാത്തിലും ചെയ്യുക. ആള് നല്ലോണം നിസ്കരിക്കാൻ വരുന്നുണ്ട്, കുടുംബമായിട്ട് ഭയങ്കര പിണക്കില. നല്ലോണം ഖുർആൻ ഓതുന്നുണ്ട്, മരിയോളോട് ഒരൊറ്റ നല്ല വർത്താനം ആ നാവുമെന്ന് വന്നിട്ടില്ല. ഉള്ള കുത്തുവാക്കും പരദൂഷണവും അല്ലാണ്ട്. നല്ലോണം പടച്ചോന്റെ ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, സ്വന്തം വീട്ടിലെ വാപ്പനെയും ഇമ്മനെയും നോക്കിയിട്ട് അവർക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈമാനേ ഉള്ളൂ, സ്വഭാവം നന്നായിട്ടില്ല. ഈമാനും സ്വഭാവവും പൂർത്തീകരിക്കപ്പെടുന്നത് അഹ്സനുക്കും ഖുലുഖ, അവന്റെ സ്വഭാവം അവൻ നന്നാക്കുമ്പോൾ മാത്രമാ. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയെ പറഞ്ഞ ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടാവാം നമ്മളെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ പിയാപ്പിളയൊക്കെ നല്ല പിയാപ്പിളയാ, എന്തു പറഞ്ഞാലും വാങ്ങിത്തരും, എവിടേക്ക് പോണം എന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. പിന്നെ ഒരാകെ കുഴപ്പമുള്ളത് എന്താന്ന് ചോദിച്ചാൽ ചൂടായ പ്രാന്തന. പിന്നെന്താ പറയുന്നത് ഓർമ്മ ഉണ്ടാകുകയില്ല, എല്ലാ തെറിയും വിളിക്കും. ചിലപ്പോ തല്ലാൻ വരെ കയ്യോങ്ങും, പിടിച്ചുന്തും. ഇഞ്ച വാപ്പാനെ പറയും, ഇഞ്ച വല്യാപ്പാനെയും പറയും, ഉമ്മാനെയും പറയും. അതിന്റെ അർത്ഥം നല്ലോനാന്നല്ല, ഓന്റെ നിസ്കാരവും നോമ്പും ക്ലിയറാ. പക്ഷെ ഓന്റെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ ഓന്റെ നിസ്കാരത്തിനും നോമ്പിനും വിലല്ല. വേറെ ചില കുടുംബത്തിൽ നമ്മൾ കേൾക്കാറില്ലേ, ഉമ്മ നല്ല ഉമ്മയാ, പത്തിരിയാലും പത്തപ്പിരിയത്തുള്ള എല്ലാ ഖുർആൻ ക്ലാസ്സിലും ഉമ്മത്തും. പക്ഷെ പൊരേല് മക്കൾക്കായാലും മരിയക്കായാലും ഒരു സ്വൈര്യം അമ്മ കൊണ്ട് കൊടുക്കൂല. ആരെ കണ്ടാലും പറയാനുള്ളത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും. വാ തുറന്ന പച്ചയിറച്ചി തിന്നുന്ന മാവാണെങ്കിൽ ഖുർആൻ ക്ലാസ്സേ ഉള്ളൂ, സ്വഭാവം നന്നായിട്ടില്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഇന്നിപ്പം പണ്ടുകാലത്ത് പറയുന്ന മാതിരി അത്തയ്യാത്തിൽ ഇരിക്കുമ്പം എപ്പം വിരൽ ചൂണ്ടണം, വിരലിങ്ങനെ ഇണക്കണോ, കൈ നെഞ്ചത്ത് കെട്ടണോ, ആദ്യമായിട്ട് കഅബ കാണുമ്പോ എന്ത് ചൊല്ലണം, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, വേണ്ടാന്നർത്ഥത്തിലല്ല. ഇതൊക്കെ നന്നാക്കുന്ന മനുഷ്യന് സ്വഭാവം നന്നാക്കാൻ പറ്റിയിട്ടില്ലേ, ഒരു കുടുംബത്തിലും ദീനിന്റെ ഭംഗി ഉണ്ടാവൂല. ആൾക്കാർ പറയും നല്ല ദീനീ കുടുംബാന്ന്, പക്ഷെ പോരേലൊരു സ്വൈര്യം ഉണ്ടാവൂല, കുടുംബത്തിലൊരു ഉണ്ടാവൂല. ഒരു രാത്രി പോലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല. അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും, നിങ്ങൾക്ക് പടച്ചോൻ തരുന്നത് ഏത് രംഗമാണെങ്കിലും ആ രംഗത്ത് ഞാനൊരു നല്ല സ്വഭാവക്കാരനാണെന്ന് നമുക്കൊരാത്മവിശ്വാസം ഉണ്ടാവണം. മദീന പള്ളിയിൽ വെച്ചൊരിക്കൽ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ എന്റെ കാലിന്റെ മുൻപിൽ ഞാനൊരു കാലടിപ്പാട് കണ്ടു, അതാരുടേതാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും. ഈ വാതിൽ കടന്ന് അയാൾ ഇങ്ങോട്ട് വരും. സഹാബാക്കളൊക്കെ ഇങ്ങനെ ആർത്തി പിടിച്ചു നോക്കുക, അതാരാന്നറിയാൻ. വന്നത് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അടിമയായിരുന്ന നീഗ്രോ വംശജനെ ചൂണ്ടി സഹാബത്ത് ചോദിച്ചു, റസൂലേ ബിലാലോ? റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ബിലാൽ. സഹാബാക്കളിൽ രണ്ടുപേര് പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ബിലാലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്താ ബിലാൽ കൂടുതൽ ചെയ്യുന്നത് എന്നൊന്നറിയാലോ. അങ്ങനെ നിരീക്ഷിച്ചവര് മൂന്നാമത്തെ ദിവസം തിരുദൂതന്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ ബിലാലിനെ ഞങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും, ഞാനൊക്കെ ചെയ്യുന്നതല്ലാത്തതൊന്നും ബിലാൽ ചെയ്യുന്നില്ല, കൂടുതലൊന്നും ചെയ്യുന്നില്ല റസൂലേ. പിന്നെന്തുകൊണ്ടാ ബിലാലാണ് സ്വർഗത്തിൽ താങ്കളുടെ കാലിന്റെ അടുത്ത് എന്ന് പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ മറുപടി താങ്കൾ പറയണം. താങ്കൾക്ക് ഇവരിൽ നിന്നും താങ്കളെ വേർതിരിക്കുന്നതായിട്ട് തോന്നിയ ഒരു സ്വഭാവം എന്താ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, പ്രവാചകരെ ഒരാളോടും മനസ്സിൽ വെറുപ്പ് വെച്ച് ഞാൻ കിടന്നുറങ്ങാറില്ല. ഒരു രാത്രി പോലും ഒരാളോടൊരു വെറുപ്പ് വെച്ചോ അലോഗ്യം വെച്ചോ ഞാൻ കിടന്നുറങ്ങാറില്ല. എന്നോട് ചെയ്തവനോടുള്ള പ്രതികാരം പോലും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. മറ്റൊരാളോടുള്ള എന്തെങ്കിലും ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടോ എന്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒരാളുടെ ജീവിതത്തിലോ അവരുടെ മനസ്സിലോ ഒരു വേദന ഉണ്ടാക്കിയിട്ടോ ഇക്കാലം വരെ ഞാൻ ജീവിച്ചിട്ടില്ല നബിയെ, ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല നബിയെ. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോ ബിലാലിന്റെ മുഖം അങ്ങനെ ചുവക്കാൻ തുടങ്ങി, ബിലാലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ആ കണ്ണീര് കണ്ട് അബൂദർ നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു, ബിലാൽ അറിയാണ്ട് വിളിച്ചു പോയതാ ബിലാൽ, താങ്കൾ എന്നെയും തിരിച്ചു വിളിച്ചോ, എന്റെ വാപ്പാനെ വിളിച്ചോ, എന്റെ ഉമ്മാനെ വിളിച്ചോ? പുഞ്ചിരിയോടെ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല അബൂദറേ, ഒരിക്കലും എന്റെ നാവ് താങ്കൾക്ക് നേരെ ആ വാക്കുച്ചരിക്കുകയില്ല. മദീന പള്ളിന്റെ മുറ്റത്തേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് കണ്ണുനീരോട് അബൂദർ പറഞ്ഞു, റസൂലേ താങ്കളൊന്ന് ബിലാലിനോട് പറയണം,
ഞാൻ എന്റെ കവിള് മണലിലേക്ക് താഴ്ത്തി വെക്കുമെന്നും ബിലാലിന്റെ വലത്തെ കാലിന്റെ അടിഭാഗം കൊണ്ട്, ആ കറുത്ത കാലിന്റെ അടിഭാഗം കൊണ്ട് എന്റെ കവിളത്തേക്ക് ചവിട്ടണമെന്നും താങ്കൾ ബിലാലിനോട് പറയണം നബിയെ എന്ന് പറയുമ്പം പ്രവാചകന്റെ കയ്യിന്റെ ചേർത്ത് പിടിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഇല്ല പ്രവാചകരെ, കറുത്തവളുടെ മകനെ എന്നെ വിളിച്ചതിന്റെ പേരിൽ ഒരു തരിമ്പ് പോലും ഞാൻ അബൂദറിനെ വെറുത്തിട്ടില്ല. ഞാൻ ഒരിക്കലും അബൂദറിനോട് പ്രതികാരം ചെയ്യുകയില്ല. ആ പ്രതികാരമില്ലാത്ത വാക്കുകൊണ്ടോ നോക്കം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സ് നോവിക്കാത്ത ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, കണ്ടോ സഹാബത്തെ, ബിലാലിനെ തൊട്ടുണ്ടായ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ആ സ്വഭാവമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 5 വക്ത് നമസ്കരിക്കുന്നവരെ, അള്ളാന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നവരെ, ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ചോദിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്വഭാവത്തിന്റെ ഉടമയാവാൻ പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകിയിട്ടില്ലെങ്കിൽ നമസ്കാരം ധൂളികളായി പോകുന്ന, നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന, സകാത്തുകൾ വിചാരണക്ക് അള്ളാന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടാത്ത, ഹജ്ജ് പോലും പടച്ചോന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതം നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ അഹ്സനുക്കും ഖുലുഖാ, നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം നമ്മളൊന്ന് ആദ്യം നന്നാക്കണം. എന്നിട്ട് മതി നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഭയങ്കര മുത്തക്കിയാന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് മതി നമ്മളൊരു ഇസ്ലാഹി പ്രവർത്തകനാകാൻ. നമ്മളെ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് ആദ്യം കിട്ടുന്ന രംഗം ഒരു മക്കൾ എന്ന രംഗമാ, അല്ലേ? ഒരു കാലം വരെ ഞാനുങ്ങളൊക്കെ മക്കളാ. മാതാപിതാക്കളാൽ ജീവിതത്തെ സ്വപ്നം കണ്ടവർ, മാതാപിതാക്കളാൽ ജീവിതത്തെ കെട്ടിപ്പടുത്തവർ, അവരുടെ ശ്വാസം കൊണ്ടും അവരുടെ അധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും ആ സങ്കടങ്ങളെയും പ്രാരാബ്ദങ്ങളെയും ഊറ്റിക്കുടിച്ച് ജീവിച്ചവർ, അല്ലേ? ഇരിക്കുന്ന ഓരോരുത്തർക്കും ജന്മം തന്നിയ മാതാപിതാക്കളില്ലേ? ആ മാതാപിതാക്കളോട് മക്കളെന്ന നിലക്ക് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ആദ്യം ആ ചിന്ത സ്വന്തം ഇരുന്ന് ചിന്തിക്കണം. ഞാൻ എന്റെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയ ഒരു സൗഭാഗ്യമായിരുന്നോന്ന്, എന്റെ രക്ഷിതാക്കൾക്ക് എന്നെ കൊണ്ട് സമാധാനം കിട്ടിയിരുന്നോന്ന്, അവരുടെ മനസ്സ് നിറച്ചിട്ടാണോ ഞാൻ അവരെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് എന്ന്, അവരായിരുന്നു എന്റെ ധൈര്യമെന്ന് പടച്ചോനെ ഓരോ ഭക്തിനും, അല്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, റബ്ബിർഹംഹുമാ, റബ്ബേ രണ്ടുപേർക്കും നീ കാരുണ്യം ചെയ്യണം. എങ്ങനെ നീ കാരുണ്യം ചെയ്യണം? കമാ റബ്ബയാനി സ്വഗീറാ, എന്റെ ചെറുപ്പത്തിൽ അവരെന്നോട് കാരുണ്യം കാണിച്ചതുപോലെ. ജനിപ്പിക്കുന്നതിന്റെ മുൻപേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച മാംസത്തെയും കൊണ്ട് അനങ്ങാതെ പിടയാതെ ഒന്ന് മലർന്നു പോലും കിടക്കാതെ ആഞ്ഞു വലിക്കുന്ന ശ്വാസമുട്ടലിന്റെ വേദനയിലും വെരിക്കോസിന്റെ പെടച്ചിലും ഒരുമ്മ അനുഭവിച്ച കമാ റബ്ബയാനി സ്വഗീറാ, ആ കാരുണ്യത്തോടുകൂടി ആ മകന് വേണ്ടി പകലന്തിയോളം ചോര നീരാക്കാനും വെയിലുകൊണ്ട് വേർപ്പ് പറ്റിക്കാനും സമ്പാദ്യത്തിൽ നിന്ന് ഒരു നല്ല ഭക്ഷണമോ വസ്ത്രമോ ധരിക്കാതെ, ഇന്നത്തെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്തവൈബുകളായി നല്ലൊരു വസ്ത്രം ധരിക്കാതെ, ഒരു നല്ല കുപ്പായമിടാതെ, ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച വാപ്പ കമാ റബ്ബയാനി സ്വഗീറാ, ആ ചെറുപ്പത്തിൽ അവരെന്നോട് കാണിച്ച ആയിരക്കണക്കിന് സ്നേഹത്തിന്റെ പളുങ്കുകൾ നട്ടപ്പാതിര നേരത്ത് കിടന്നുറങ്ങുമ്പോ മൂത്രമൊഴിക്കുന്ന മകന് ആ മൂത്രത്തിൽ കിടക്കാതിരിക്കാൻ വാപ്പാന്റെ വെള്ളത്തുണി കീറി 5ഉം 10ഉം കഷണങ്ങളാക്കി കാത്തുവെച്ച ഉമ്മ ഓരോ രാത്രിയും ഉറക്കമൊന്ന് കെട്ടുമുറുകുമ്പോഴേക്കും മകന്റെ ഞരക്കവും കരച്ചിലും കേട്ട് ആ പൈതലിനെ എടുത്ത് മാറ്റിക്കടത്തി അവന്റെ അടിഭാഗത്ത് നിന്ന് ആ മൂത്രത്തിന്റെ തുണികൾ മാറ്റി വീണ്ടും ഉണങ്ങിയ തുണി വെച്ച് രാവ് പകലാക്കി നല്ലോണം ഉറങ്ങാൻ പോലും പറ്റാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ ഏതൊരു സെക്കൻഡും എനിക്കില്ലെങ്കിലും റബ്ബേ എന്റെ മക്കൾക്ക് വേണം നാഥാ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉമ്മ, ആ ഉമ്മനെയും വാപ്പനെയോടും നമ്മൾ ഏറ്റവും മര്യാദക്കാണോ പെരുമാറിയത്? കവി പാടിയൊരു പാട്ടുണ്ട്, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. തൊട്ടിലാട്ടിയ കൈകൾ രാവുകൾ പകലാക്കി ഓരോ ഉമ്മമാരും ആട്ടിക്കൊണ്ടിരുന്ന തൊട്ടിൽ, മക്കളൊന്നുറങ്ങാൻ ശീതീകരിക്കപ്പെട്ട റൂമില്ലാത്തൊരു കാലഘട്ടത്തിൽ, വാതിലടച്ചിടാൻ പോലും കെൽപ്പില്ലാത്തൊരു കാലഘട്ടത്തിൽ ഉത്തരത്തേക്ക് കെട്ടിത്തൂക്കിയ ഒരു കയറിൽ വാപ്പാന്റെ തുണി കെട്ടിവെച്ച് തന്റെ മകൻ അതിലേക്ക് കടത്തി ഹസ്ബീ റബ്ബി സ്വല്ലല്ലാഹ് എന്നോരോ രാവും പാടി ആ കുഞ്ഞിനെ വലുതാക്കിക്കൊണ്ടുവന്ന ആ തൊട്ടിലാട്ടിയ കൈകൾ
തൊട്ട കാലം മറന്നു ഞാൻ. തൊട്ടു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈ? തൊട്ടു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈ ഒരാഴ്ചന്റെ ഇടക്ക്? നമ്മക്കൊക്കെ ഇപ്പൊ എന്താണെന്നറിയാവോ? വാട്സപ്പ് സ്നേഹവും ഫേസ്ബുക്ക് ബന്ധവുക. മാതൃദിനൊക്കെ വരാൻ നിൽക്കുക. ചില മക്കളുണ്ട് ഉമ്മാന്റെ പേരുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പറയും, കാരുണ്യത്തിന്റെ കടലായ, സ്നേഹത്തിന്റെ കൊടലായ എന്റെ പ്രാണന്റെ ഉമ്മാന്നൊക്കെ. സ്വന്തം ഉമ്മാനൊന്ന് പോയി നോക്കിയിട്ട് ചിലപ്പോൾ ഒരു മാസമായിട്ടുണ്ടാവും. ഓരോന്നും നഷ്ടപ്പെട്ടു പോകുമ്പോഴാ അവരെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചായിരുന്നു, ധൈര്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അവര് നമ്മുടെ അടുത്ത് നിന്ന് ഇല്ലാണ്ടായി പോകുമ്പോഴാ അവര് നമുക്ക് എത്ര ധൈര്യം തന്നവരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നുപോയി. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് കേട്ട് സംസാരിക്കാൻ ചെന്നതാ. ഉമ്മ പറയാണ്, ഞാൻ ഒറ്റക്ക് താമസിച്ചോളാം മക്കളെ. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടില് തൊട്ടടുത്തൊരു കൊട്ടാരുണ്ടാക്കിയിട്ട് മകനും മാൻ അങ്ങോട്ട് കൂട്ടിയതാ. ഉമ്മ പറഞ്ഞു, ഞാനില്ല, എനിക്ക് ആരോടൊരു പരാതിയില്ല, മക്കളോട് പരാതിയില്ല, പക്ഷേ എനിക്ക് എന്റെ പഴയ തറവാട്ട് കിടക്കണം. വാപ്പ മരിച്ചോയതല്ലേ, അവിടെ കിടക്കട്ടെ ഞാൻ. അവസാനം ഇങ്ങനെ രഹസ്യമായിട്ട് ആ ഉമ്മാനൊന്ന് നമ്മൾ കണ്ട് സംസാരം അത് എടുത്തുകൊണ്ട കൊടുത്തപ്പോ അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനേക്കാളേറെ അവന്റെ ഭാര്യന്റെ നോട്ടവും മാനസികമായിട്ട് ഇന്നെ ഒരുപാട് ബേജാറാക്കി. അപ്പൊ ആ മകനേറ്റ് സംസാരിച്ചപ്പോ പെണ്ണുങ്ങളെ പൂതിക്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ അകത്തേക്ക് ഉമ്മനെ കാണിക്കാണ്ട് എടുക്കാന്ന് കരുതി എന്നൊക്കെ പറയുമ്പോ അയിറ്റ വലിയ സാധനമൊന്നുമല്ല, പരിപ്പ് വടയാ. ഞാൻ ചോദിച്ചു, ഒരു പരിപ്പ് വട ഉമ്മാർക്ക് തിന്നാൻ പറ്റിയാലെങ്കിലും കൈമ കൊടുത്താൽ മതി, അത് 6 കഷണാക്കിയിട്ട് പേരക്കുട്ടികൾക്ക് മനോഹരമായിട്ട് പെരുമാറി. നമുക്ക് പടച്ചോൻ തന്ന ഏറ്റവും നല്ല ജീവിതത്തിന്റെ ഘട്ടമായിരുന്നു അത്, ഒരു മക്കൾ എന്ന ഘട്ടം. ആ മക്കൾ എന്ന ഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ സ്വഭാവം മാതാപിതാക്കളോട് നന്നാക്കിയിട്ടുണ്ട്. ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി കുത്തുവാക്ക് പറയുന്നവര്, സ്വന്തം മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറാതെ ഏറ്റവും മോശമായി പെരുമാറി അവരുടെ ഉള്ളകം സങ്കടപ്പെടുന്നത്. ഇന്ന് എല്ലാവരും ചിന്തിക്കൽ എന്താണെന്നറിയാവോ? ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യം ഉണ്ടാകും. എല്ലാ മക്കളും നോക്കണം, അത് ഇസ്ലാമിക നിയമമാണ്. ഒരാളത് ചെയ്തിട്ടില്ല എന്ത് ചെയ്യും? നമുക്കത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഫലൻ യുഅഖിറല്ല, അള്ളാഹ് ദീർഘിപ്പിക്കൂല ഒരാൾക്കും അതിന്റെ പേരിൽ. ആയുസ് നീട്ടിയില്ല, കുറയ്ക്കയില്ല. മറ്റൊരു ഭാഗത്ത് അള്ളാഹ് പറഞ്ഞു, ഫമൻ യഅമലു മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമലു മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരാള് അവന്റെ നിയ്യത്തിനനുസരിച്ച് നോക്കിയാൽ അവന് കൂലി കിട്ടും. ചിലരൊക്കെ ഇങ്ങനെ പരാതി പറയും, ഉമ്മാക്ക് 4 മക്കളാ, ഇവിടെ തന്നെയാ നിൽക്കുക, ഞാൻ തന്നെ നോക്കണം, മറ്റുള്ളവരൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ പറയാറുണ്ട്, മക്കൾക്ക് പടച്ചോൻ കൊടുത്തൊരു പരീക്ഷണാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ആ മക്കൾക്ക് പടച്ചോൻ കൊടുത്തൊരു പരീക്ഷണാണ് ആ സ്വഭാവം. എനക്ക് അമ്മാനെ നോക്കാനുള്ള ഒരു മനസ്സ് പടച്ചോൻ തന്നത് അല്ല എനക്ക് തന്നൊരു നിയമത്തുവാ. ആ നോക്കിയതിന്റെ കൂലിങ്ങി പറഞ്ഞു കളയരുത്. ഫമൻ യഅമലു മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, നീ നിയ്യത്ത് നന്നാക്കി നോക്കുകയാണ്, എനക്ക് അതിന്റെ കൂലി കിട്ടും. മറ്റൊരാൾ നോക്കാത്തതിന്റെ കുറവും ഇനി പറയണ്ട, കണക്കും ഈ നോക്കണ്ട. അത് അള്ളാഹ് അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. അള്ളാഹ് ചിലർക്ക് സ്വഭാവം കൊണ്ട് ചില ശിക്ഷകൾ കൊടുക്കും, ചില പരീക്ഷണങ്ങൾ കൊടുക്കും. അവരിട്ടറിയില്ല ആ സ്വഭാവം എങ്ങനെയാണ്. നമ്മൾ പറയലില്ലേ, പറഞ്ഞതുപോലെ തന്നെയാണത്. എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ചില മനസ്സുണ്ടാവും. ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടാവും. എന്ത് കണ്ടാലും നെഗറ്റീവ്. ഒരാളോട് പോലും മാന്യമായിട്ട് പെരുമാറൂല, വേഗം കുത്തുവാക്ക് പറയാൻ, വേഗം തർക്കുത്തരം പറയാൻ. ഇതൊക്കെ അള്ളാഹ് ചിലർക്ക് കൊടുക്കുന്നവരുടെ വൃത്തികെട്ട സ്വഭാവം, അതവർക്കുള്ള പരീക്ഷണ. ഏത് നല്ല കാര്യത്തിന്റെയും അടിയിൽ വന്നിട്ട് തോന്നിയാസേരിക്കുന്നവരെ കാണില്ല നിങ്ങൾ, അതല്ല അവർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണ. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ പടച്ചോൻ തന്ന ആദ്യത്തെ ഘട്ടം, നമ്മളെ മാതാപിതാക്കൾക്ക് മക്കൾ എന്നൊരു കാലഘട്ടം. ആ മക്കൾ എന്ന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി തന്റെ മാതാപിതാക്കളെ പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയും സ്വഭാവവും. ആ സമാധാനത്തിലാണ് നമ്മളെ കയ്യിൽ നിന്ന് വാപ്പയുമ്മയും തിരിച്ചു പോകുന്നതെങ്കിൽ ദുനിയാവിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല. ഇമാം ഗസാലി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ദുനിയാവിൽ വാപ്പന്റെ ഇമ്മന്റെയും പ്രാർത്ഥന തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങൾ തോറ്റുപോകില്ല. എന്തൊക്കെ നിങ്ങൾക്ക് തോൽവി അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരാത്യന്തികമായ സമാധാനം പടച്ചോൻ ആ മക്കൾക്ക് കൊടുക്കുന്ന. കാരണം അവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചൊരു വാപ്പന്റെയും ഇമ്മന്റെയും പ്രാർത്ഥന ഇവിടെ ഉണ്ടാവും. പകരം ആ വാപ്പന്റെയും ഇമ്മന്റെയും മനസ്സിന്റെ വേദനയാണ് നമ്മളെ തലക്ക് മേലുള്ളെങ്കിലോ, എന്നാലും പടച്ചോനെ ഞാൻ എങ്ങനെ പോറ്റിയതാ ഓനെ, ഓനോടത് ചെയ്തല്ലോ എന്നുള്ളൊരു വാക്കാണ് ഉമ്മന്റെയും വാപ്പന്റെയും മനസ്സിലുണ്ടാവുന്നതെങ്കിലോ
എന്നാലും എന്റെ പടച്ചോനെ അവൾ എന്നോടങ്ങനെ ചെയ്താന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് ഉമ്മൻ്റെതെങ്കിലോ. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട്, ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി ചെല്ലുമ്പം ഒരു ഉമ്മ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താണെന്നറിയാവോ? കയറി വന്നത് മോള, സ്വന്തം മകളാ. കാരണം ആ മകൾക്ക് മുൻപേ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നവളാ ആ ഉമ്മ. അന്ന് കയറി ചെന്ന വീട്ടിൽ ആ ഉമ്മയുടെ പേരിലുണ്ടായ ബേജാറ്, ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന വേദന, അവിടെയുള്ള ചില ആളുകളുടെ സംസാരം കൊണ്ട് മുറിഞ്ഞ മനസ്സ് ആ ഉമ്മാക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന പെൺമക്കളെ മനസ്സൊരിക്കലും ഞാൻ മുറിക്കൂല, ആ മനസ്സ് ഞാൻ വേദനിപ്പിക്കൂല എന്നൊരു ഉമ്മ തീരുമാനിക്കുന്നതാ ദീന്. അതാ കുടുംബത്തിലെ ദീന്. അല്ലാണ്ട് ആൾക്കാർ പറയും നല്ല ദീനി കുടുംബം, എന്താ ഉമ്മ ഫുള്ള് ഖുർആൻ ക്ലാസ്സിലാ. അതേ ഉമ്മാനെ കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു സ്വൈര്യല്ലെങ്കിൽ പിന്നെന്ത് ദീനാ? അത് ഞാൻ പറയലുണ്ട് ഒരു ദീന്. ഞാൻ ഷാദുലിപ്പള്ളിയിൽ കുത്തുബൊക്കെ കയറുമ്പോൾ ചില പിയാപ്പിളാരൊന്ന് കൈയിടിച്ചിട്ട് അറിയും, അതെ നിങ്ങൾ പ്രസംഗിക്കുമ്പോഴേ പിയാപ്പിളാരൊക്കെ നല്ലോണം നോക്കാൻ വേണ്ടി ഒന്ന് പ്രസംഗിക്കണം കേട്ടോ, വലിയ ശക്തിയിൽ അതൊക്കെ ഒന്ന് പറയണമെന്ന്. ഞാൻ ചോദിച്ചു അതെന്താ നിങ്ങളെ നോക്കലില്ലേ? അല്ല നോക്കാഞ്ഞിട്ടൊന്നുമല്ല, തിങ്കളാഴ്ച രാവിലെ ഓള് പറയും എന്നാ ക്ലാസ് ഉണ്ട്, ഇവിടെ ക്ലാസ് ഉണ്ട്, ഓ. ചൊവ്വാഴ്ച പറയും മറ്റേ മൗലവിന്റെ ക്ലാസ് ഉണ്ട്, ഓ. ബുധനാഴ്ച പറയും മറ്റേന്റെ മീറ്റിംഗ് ഉണ്ട്, ഓ. വ്യാഴാഴ്ച പറയും അങ്ങോട്ട് ഇവിടെ പോകാനുണ്ട്, ഇക്കൊറക്കർക്ക് വെള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു ദീനില്ല. സ്വന്തം ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ടും കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടും ആ ദീന്. ഒരു കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ ആ കുടുംബം കൃത്യമായിട്ട് നിസ്കരിക്കുകയും നോമ്പുവൽക്കുകയും എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ഒരാളും മനസ്സ് വേദനിക്കുന്നില്ല, പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും എന്നുറപ്പ് വരുത്തലാ ദീന്. ആ മനസ്സമാധാനം ഒരു ഉമ്മാക്കുണ്ടെങ്കിൽ കയറി വരുന്ന പെൺമക്കളോട് ഒരിക്കലും ആ കുത്തുവാക്ക് പറയൂല, ഒരു പെൺകുട്ടീന്റെ മനസ്സ് വേദനിപ്പിക്കൂല. നിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ പടച്ചോന്റെ നരകത്തിന്റെ തീയ് വീഴുന്നതിന് സമ. ഹക്കായ ഒരു കാര്യത്തിനല്ലാണ്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വരരുത്. ദീൻ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിലോള് കരയാണോ? കരഞ്ഞോട്ടെ. മോളങ്ങി ഇട്ട് പോകുന്നത് ശരിയല്ല. എന്നെ മോൻ കല്യാണം കഴിച്ചത് അവന് കാണാൻ വേണ്ടിയാ ഇപ്പൊ ധരിച്ചു പോകുന്നതേ, അത് അത്ര നല്ലതല്ല മോളെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഓള് കരഞ്ഞോട്ടെ. അല്ലാതെ ഓളെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞതിന്റെ പേരിലും, നോമ്പിന് ആദ്യത്തെ 5ാമത്തെ ദിവസം നോമ്പ് തുറക്കാൻ വിളിക്കാൻ ഓളെ വാപ്പ വരാത്തതിന്റെ പേരിലും, ഓളൊന്നോളെ വീട്ടിൽ പാർക്കാൻ പോയപ്പോ തിരിച്ചു വന്നപ്പം പലഹാരം കുറഞ്ഞു പോയതിന്റെ പേരിലും, അതിന്റെ പേരിൽ ആവരുത് കുറ്റപ്പെടുത്തല്, അതിന്റെ പേരിൽ ആവരുത് സങ്കടപ്പെടുത്തല്. ആ ഹക്കായ നിലക്ക് കയറി വരുന്ന പെൺമക്കൾ ഇതൊരു കുടുംബത്തിന്റെ സമാധാന. അങ്ങനെ ഒരു ഉമ്മാക്ക് പടച്ചോൻ ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മരുവളുങ്ങളോട് മോശം പെരുമാറുന്നുണ്ടോ, അത് പടച്ചോൻ കണക്കോക്കിക്കോളും, അത് അള്ള കണക്കോക്കിക്കോളും. അള്ള പറഞ്ഞതല്ലേ അത്, വമല്ലാഹു ബിഗാഫിലിൻ, പടച്ചോൻ അശ്രദ്ധനല്ല. നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ 1000 മടങ്ങ് അവളുടെ വേദന അനുഭവിപ്പിക്കാൻ കഴിവുള്ള പടച്ചോൻ വാനലോകത്തിരുന്നത് കാണുന്നുണ്ടെങ്കിൽ, ഇത്രയേറെ കരൾ കൊടുത്ത് മരുമക്കളെ സ്നേഹിച്ചിട്ടും ആ പെൺകുട്ടിയുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, ആ മനസ്സിന്റെ വേദന മതി മരിയക്കളെ, നിങ്ങൾ അള്ളാന്റെ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടാൻ ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. അള്ള പറഞ്ഞൊരു വാക്കാണത്. ആക്രമിക്കപ്പെട്ടവന്റെ വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദനയുടെ പ്രാർത്ഥനകൾ സൂക്ഷിച്ചോ. അവര് പടച്ചവനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ള കണക്കുവെക്കും. ഇനി കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് എങ്ങനെയാ ചിന്തിക്കേണ്ടത്? എങ്ങനെയുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് എന്റെ ഉമ്മാനൊന്ന് ഭയപ്പെടുത്താൻ, എനിക്ക് എന്റെ തനി സ്വഭാവം കാണിക്കാൻ നല്ല ചില ഉമ്മാരാദ്യേ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്ന് പറയാറുണ്ട്, നല്ല മാതാക്കളും ഉണ്ട്, മോശം മാതാക്കളും ഉണ്ട്. മക്കളുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂടെ നിൽക്കുന്ന ചില ഉമ്മാരുണ്ട്. ഈ പ്രേമം പോലെ തോന്നിയാസ കളികള്, വൃത്തികേടുകള്, ആഘോഷങ്ങൾക്കുള്ള വസ്ത്രധാരണങ്ങള്, ബാപ്പ പറയും മോളെ നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഉമ്മ പറയും നിങ്ങളൊന്നും ഉണ്ടാക്കിയേ, കുട്ടികളൊന്നും ചെയ്യാനേ ചെയ്യട്ടെ. ഉമ്മാന്റെ സപ്പോർട്ടോടുകൂടി വാപ്പാനെ പൊട്ടനാക്കി ജീവിപ്പിക്കുന്നവരുണ്ട്. എല്ലാ സൗകര്യം ഉമ്മ ചെയ്തു കൊടുക്കുക, എന്തിനുമ്മ ന്യായീകരിക്കുക. വാപ്പ ചോദിക്കാൻ വന്ന വാപ്പാനോട് ഉമ്മ സംസാരിക്കുക. എന്തിന്റെ പേരിൽ? ദീനിന്റെ ചിട്ടയുടെ പേരിലല്ല. അള്ളാനെ മറന്ന് ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പം വീട്ടിൽ ചെന്ന് മകളെ ക്വസ്റ്റ്യൻ ചെയ്ത്, മോളെ അത് ശരിയല്ലട്ടോ, അത് പാടില്ലട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉമ്മ മറഞ്ഞു നിന്നിട്ടോളോട് പറഞ്ഞ് വാപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളകളാന്ന് പറയും, ഈ പോയിക്കോ മോളെ എന്ന് പറയും. ഒരു വാപ്പാന്റെ സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ടത് ഉമ്മാരാ. മക്കളെ വാപ്പാന്റെ ആയുസ് കൊണ്ട് അങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം.
വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പങ്ങളെ ഫലം എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലേ? ആണിന്റെ തുണ നഷ്ടപ്പെട്ടു വെക്കണം. കിട്ടാവുന്ന സമ്പത്തിന്റെ ഒരാഴ്ചക്ക് ഞാൻ പറയാറുണ്ട്, ഇന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്നൊരു വാടക വീട്ടിലേക്ക് എത്തിയാൽ മതി. വാടക വീട്ടിലേക്കുള്ള പൈസ കൊടുക്കാൻ മാസാമാസം 5000 രൂപ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ 5000 കൊടുക്കേണ്ടി വരുന്നതിന്റെ പേരിൽ 1000 കുടുംബങ്ങൾ കണ്ണീരണിയുമ്പോ ഉള്ളതെല്ലാം ഊട്ടിയുരുക്കി ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ മക്കളെന്നും കുടുംബമെന്നും പ്രതീക്ഷയോടുകൂടി ഒരു വാപ്പ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പം മക്കളോട് പറയണം, വാപ്പ എല്ല് വെള്ളമാക്കുന്നതും വാപ്പ ചോര നീരാക്കുന്നതും അത് സ്വദേശത്താണെങ്കിലും അങ്ങ് വിദേശത്താണെങ്കിലും മക്കളെ വാപ്പാന്റെ ഒരു ഉറുപ്പ്യക്ക് കോടിന്റെ വില കൊടുക്കണം മക്കളെ എന്ന് മാര് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞതും കല്യാണം കഴിപ്പിച്ചെടുക്കുന്ന വാപ്പാര് പറയുന്ന ഒരു വാക്കില്ലേ, എന്താ? ഞാൻ നിന്റെ മകളെ നിനക്ക് ഇണയാക്കി തുണയാക്കി തന്നു. ആര് പറഞ്ഞിട്ട്? അമറല്ലാ, പടച്ചോൻ പറഞ്ഞിട്ട്. പടച്ചോൻ എന്താ പറഞ്ഞേ? എന്റെ മകളെ കൊണ്ട് ആ കുടുംബം കണ്ണീര് കുടിക്കണം എന്നല്ല, എന്റെ മകളെ കൊണ്ട് ആ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടണം എന്നല്ല, എന്റെ മകളെ കൊണ്ട് ആ കുടുംബം തമ്മിൽ തെറ്റിപ്പിരിയണം എന്നല്ല. ആ കുടുംബത്തിൽ എന്റെ മകള് കാരണം ഏട്ടനും അനിയനും വാപ്പ ഇമ്മയും പെങ്ങന്മാരും ആങ്ങളാരും തമ്മിൽ തല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത വേദവാക്യുണ്ടല്ലോ, മീസാക്കൽ വലീല കരാറ് ചോദ്യം ചെയ്യപ്പെടും. വാപ്പാരെ, നിങ്ങൾ കൈ പിടിച്ച് പറഞ്ഞ വാക്കെന്താ? അല്ല പറഞ്ഞതുകൊണ്ട് നിന്റെ മോളെ ഞാൻ എനിക്ക് തരുന്നു. നിന്റെ കുടുംബം ഉണ്ടാക്കാൻ നിന്റെ മകളെ കൊണ്ട് ഒരിക്കലും നീ അകലൂല. എണയും തുണയുമായി നിന്റെ കുടുംബത്തിന്റെ ബർക്കത്തായിട്ടാണ് ഞാൻ നിന്റെ മോളെ തരുന്നത്. അങ്ങനെ കൈപിടിച്ചേൽപ്പിച്ചൊരു മകൾ എന്ത് ചെയ്യണം? ആ കയറി ചെല്ലുന്ന വീട്ടിലെ വാപ്പാനെയും ഉമ്മാനെയും കാണേണ്ടത്, പടച്ചോനെ ഈ സെക്കൻഡ് വരെ നിന്റെ പിയ്യാപ്പിളക്ക് വേണ്ടി പടച്ചോനോട് കൽപറിഞ്ഞ് പ്രാർത്ഥിക്കുകയും പോറ്റുകയും നിന്റെ പിയ്യാപ്പിളന്റെ അലക്കി കൊടുക്കുകയും 25 കൊല്ലായിട്ട് പടച്ചോനെ അടിവസ്ത്രം മുതൽ ഓന് തിന്നാനുള്ളതും ഉടുക്കാനുള്ളതും ഇറങ്ങിപ്പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ സാധുക്കളായ 2 പേരുടെയും പ്രാർത്ഥനയും അവരുടെ അധ്വാനവുമാ നിന്റെ പിയ്യാപ്പിള ഈ കോലത്തിലായി കിട്ടിയത്. അതുകൊണ്ട് ആ തന്ന അവരെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് എന്ന് ഒരു പെൺകുട്ടി ചിന്തിക്കണ്ടേ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ ഇവരാ, ഇവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവരാ. അതുകൊണ്ട് അവരുടെ മനസ്സിന്റെ തൃപ്തിയോടുകൂടി അവനെനിക്ക് സ്വീകരിക്കാൻ പറ്റണമെന്ന്, അവരുടെ തൃപ്തിയോടുകൂടി എനിക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറാൻ പറ്റണമെന്ന്. ഇതൊക്കെ ദീനുണ്ടെങ്കിലും കുടുംബത്തിൽ നല്ല സ്വഭാവം ഉണ്ടെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു ഉറപ്പിച്ചു പറയുന്നു, ഈ ലോകത്ത് സ്നേഹം കൊണ്ടല്ലാണ്ട് നിങ്ങൾക്കൊരാളെ ജയിക്കാൻ പറ്റൂല. സ്നേഹം കൊണ്ടല്ലാണ്ട് നിങ്ങൾക്കൊരാളെ ജയിക്കാൻ പറ്റൂല മനുഷ്യരെ. സ്നേഹം കൊടുത്തോക്കുങ്ങള്. ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ. ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് സ്നേഹം വാരിക്കോരി തരും. നിങ്ങൾ മറ്റൊരാൾക്ക് സ്നേഹം കൊടുത്താൽ. ലോകത്ത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ പടച്ചോനോട് പ്രാർത്ഥിക്കാത്തൊരു നാവ് ഈ ദുനിയാവിലുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പോലും പടച്ചോനോട് നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മൾ ജയിക്കും. മരിച്ചാൽ പോലും നമ്മൾ രക്ഷപ്പെടും. നമുക്കെതിരെ ഒരാളുടെയും പ്രാർത്ഥന ഇവിടെ ഉണ്ടാവരുത്. നമ്മളെ കച്ചവടം ബർക്കത്താവും, നമ്മളെല്ലാ കാര്യവും ബർക്കത്താവും. ഒരാള് നാവ് നമുക്കെതിരെ പ്രാർത്ഥിക്കാണ്ടാവരുത്. ഒരു മക്കൾ എന്ന നിലക്ക് ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് രക്ഷിതാക്കളോടും പറയാനുള്ളത്. മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവും കാണിക്കരുത്. സ്വഭാവത്തിന്റെ ഏറ്റവും നന്മയോടുകൂടി മക്കളോട് പെരുമാറണം. ഇന്ന് അങ്ങനെയുണ്ട് പല കുടുംബത്തിലും. ചില മക്കളോടൊരു പ്രത്യേക താല്പര്യം. സ്വത്ത് എഴുതി വെക്കുന്ന രംഗത്ത് പോലും ആ വേർതിരിവ് ചില വാപ്പാരന്മാര് കാണിക്കും. പേരക്കുട്ടികളോട് വരെ ആ സ്നേഹത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്തി കാണിക്കുന്നവരുണ്ട്. പൈസ ഉള്ള മക്കളോടൊരു താല്പര്യം, പൈസ ഇല്ലാത്ത മക്കളോട് വേറൊരു താല്പര്യം. ആളുകൾക്കിടയിൽ പരിഹസിക്കുക, കളിയാക്കുക. ഞാനിവിടെ പറയാറുണ്ട്, ഞാനൊരു അധ്യാപകനാ. എന്റെ മുൻപിൽ വരുന്ന എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയാറുണ്ട്, 5 വിരലും 5 കോലത്തിലാ. ഓരോന്നിന്റെ ഉപയോഗവും വ്യത്യസ്ത. എങ്കിൽ അതുപോലെ ആ മക്കളും എല്ലാവരും ഒരുപോലെ ആയി കിട്ടണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും സ്വപ്നം കാണാനേ പറ്റൂ. എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാവാനും ആ മക്കളോട് വേർതിരിവ് കാണിക്കാതെ അവരെ സംരക്ഷിക്കാനും ഒരു രക്ഷിതാക്കൾക്ക് പറ്റണം. ആ രീതിയിൽ ആ കുടുംബത്തെ സംവിധാനിക്കാൻ പറ്റണം. ആ സ്നേഹവും പരിഗണനയും കുടുംബത്ത് കൊടുക്കാൻ പറ്റണം. സ്വത്ത് എഴുതി വെക്കുന്ന വിഷയത്തിൽ പോലും ഗൗരവത്തോടെ ചിന്തിക്കണട്ടോ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഒരാൾ നമസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു,
ഹജ്ജ് ചെയ്തു, ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും അദ്ദേഹം ചെയ്തു. പക്ഷേ മരണത്തിന്റെ തൊട്ടു മുൻപ് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തിൽ അദ്ദേഹം ഒരു അവിവേകം ചെയ്തു എങ്കിൽ വഹുവ യദ്ഖുലുൽ ജന്ന, അവൻ അല്ലാഹുവിന്റെ ജന്നത്തിൽ പ്രവേശിക്കും. പടച്ച റബ്ബിന്റെ ജന്നത്തിൽ അവൻ പ്രവേശിക്കും. അവൻ നരകത്തിൽ പ്രവേശിക്കും. അപ്പൊ നമ്മൾ അനന്തര സ്വത്തില് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം. ഇന്ന് ഒരുപാട് അന്യായങ്ങൾ അനന്തര സ്വത്തിൽ നടക്കുന്നുണ്ട്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൂട്ട് ചേർന്നിട്ടും ഒക്കെ തന്നെ. അതുകൊണ്ട് അനന്തര സ്വത്തിൽ പോലും മക്കളോടൊരു വേർതിരിവ് കാണിക്കരുത് എന്നാ. ഇതൊക്കെ മക്കളോടും മക്കൾ രക്ഷിതാക്കളോടും കാണിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവങ്ങളാണ്. അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാര് കാണിക്കേണ്ട സ്വഭാവങ്ങൾ. ഞാൻ പറയാറുണ്ട്, നമുക്ക് ഏറ്റവും നല്ലൊരു സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് നമ്മളുടെ ഭാര്യന്റെ അടുത്തുനിന്നാണ്. ഈ നാട്ടിൽ ആരെനിക്ക് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് തന്നാലും എന്റെ പെണ്ണ് എനിക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ, കാരണം എന്താണെന്നറിയോ, എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന എന്റെ പെണ്ണാ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ടോ, ഞാൻ മാന്യനാണോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഇടപെടലുകളിൽ ഞാൻ എത്രത്തോളം നന്മയുള്ളവനാണ്, ഇതൊക്കെ അറിയാവുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്നതിൻ്റെ ഭാര്യക്ക് മാത്രം. അതുകൊണ്ട് ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും ഹിയാറുക്കും അഹസനുക്കും ലിനിസായിക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനാന്റെ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 കല്യാണം കഴിച്ചതിന്റെ ക്വാളിറ്റിയാ ചിലർ പറയാറുള്ളത്. ചില മുസ്ലിങ്ങളും പറയും, അമുസ്ലിങ്ങളും പറയും. നാളെ ഒരുത്തം പറഞ്ഞു കേട്ടില്ല നിങ്ങൾ, മുഹമ്മദ് നബി ആ 12 കെട്ടിയത് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ മുസ്ലിങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞു. ഓന്റെ വിചാരം പൂതിയോണ്ട് പോയി കെട്ടിയതാ 12 എന്ന്. അല്ല, 12 എണ്ണം കല്യാണം കഴിച്ചത് സംരക്ഷിക്കാൻ കിട്ടിയതാ. അതിൽ പലരും വിധവകളാ, കുറെ വൃദ്ധകളാ. 12 പേരും വഫാത്താകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞൊരു വാക്കെന്താ, അള്ളാഹുവിന്റെ റസൂലേ, ഇനിയൊരു ജന്മണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയായിട്ട് എന്നെ തന്നെ സ്വീകരിക്കണം കേട്ടോന്നാ. മണവാട്ടികളിൽ നിങ്ങൾ എന്നെയും സ്വീകരിക്കണേ റസൂലേന്നാ. 12 പേരും അള്ളാന്റെ ഹബീബിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇനി ഒന്ന് കെട്ടിയ നമ്മളൊന്ന് പുറേ പോയി ചോദിച്ചു നോക്കേണ്ടി, അടുത്ത ജന്മത്തിൽ നിങ്ങൾ എന്നെയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിന്റെ ഒരു കഥ പറയാറുണ്ട്. നിങ്ങൾ കേട്ട ചരിത്രമായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിന് മുൻപ് ഇന്ന് ഞാൻ പറയാറുണ്ട്, ഏറ്റവും മനോഹരമായ ജീവിതം ഇൻസ്റ്റഗ്രാമുകാരനല്ല പറഞ്ഞെന്ന്. ഇന്ന് ഇൻസ്റ്റഗ്രാമിലെ ചില റീൽസ് കാണുമ്പോഴേക്കും പെണ്ണുങ്ങൾക്ക് തോന്നുക എന്റെ പിയ്യാപ്പിളൊക്കെ എന്തോ ഉണക്കച്ചങ്ങായി. ഈ റീൽസിനനുസരിച്ചൊക്കെ ചിന്തിക്കുന്നോല് നേരെ തിരിച്ചും ചിന്തിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല റീൽസിന്റെ ക്യാപ്ഷൻ ഇടുമ്പോഴേക്കും ഓൻ അങ്ങനെ ആലോചിക്കും എന്റെ പെണ്ണുങ്ങളെ എത്താപ്പയ്ക്ക് കിട്ടിയെന്ന്. റീൽസിനേക്കാളും മനോഹരമായി 5 നയാ പൈസ ഇല്ലാന്നിട്ടും ജീവിച്ചൊരു ചരിത്രം ഇസ്ലാമിക ലോകത്ത്. അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരു വരുമാനവും ഇല്ല, ഒരു നല്ല ജോലിയില്ല. പക്ഷെ ലോകത്തിന്ന് വരെ ഒരു കവിക്കും അത് വർണ്ണിച്ച് മതി വന്നിട്ടില്ല. കേരളത്തിലെ മാപ്പിള കവികൾ വെറുതെ പേരുപയോഗിച്ചേ ഉള്ളൂ. കൽബാണ് ഫാത്തിമ, അയകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. ഓൽക്കതൊരു പാത്തുമ്മ മാത്ര. ചരിത്രം അറിയാത്ത വിഡ്ഢികൾക്ക് അതൊരു പാത്തുമ്മയാ. ചരിത്രം അറിയുന്നവർക്ക് ആ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഫാത്തിമ ബീവി അലിയാര് തങ്ങൾ ജോലിക്ക് പോയി, ഒന്നും കിട്ടിയില്ല. ഫാത്തിമ ബീവി പൂർണ്ണ ഗർഭിണിയാണ്. ഫാത്തിമ ബീവിന്റെ ഗർഭത്തിനും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അലി നയിക്കാൻ പോയത്. പക്ഷെ പണിയൊന്നും കിട്ടാതെ അലി അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അലി ഇങ്ങനെ വരിക. പുലർച്ചെ സമയമായിട്ടുണ്ട്. അലിയുടെ ആ വരവ് കണ്ടപ്പോ തന്നെ ഫാത്തിമ ബീവിക്കറിയാം അലി വലിയ ക്ഷീണത്തിലാ വരുന്നതെന്ന്. ആ സമയത്ത് പല്ലേച്ചോണ്ടിരിക്കുന്ന ഫാത്തിമ ബീവിന്റെ വായിലുള്ള ആ പല്ലേക്കുന്ന കൊള്ളിക്കഷണത്തിലേക്ക് നോക്കി ആ സങ്കടത്തിന്റെ ഇടയിലും അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉറക്കെ പാടിന, ഫാത്തിമ, എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ കൊള്ളിക്കഷണത്തോട് പറ അതെന്റെ ചുണ്ടാണെന്നും ആ ചുണ്ടുമ്മൽ എനിക്ക് കളിക്കരുതെന്നും. ഫാത്തിമ ബീബി ആ കൊള്ളിക്കഷണം ഇങ്ങനെ മാറ്റിയിട്ട് പറഞ്ഞു, അലി, ആ അധരങ്ങൾ താങ്കളെ കാത്തിരുന്ന് കരയുകയാ, ആ ചുണ്ടുങ്ങളെ കാത്തിരിക്കുകയാണ് അലി. എന്ത് മനോഹരാ മനുഷ്യരെ. രണ്ടാളും പട്ടിണിയാ, രണ്ടാക്കും കേറിക്കിടക്കാൻ ഒരു കൂരല്ല, ആകുള്ളത് ഒരുമ്പിപ്പോ ഒരു ഈത്തപ്പന കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചൊരു കുടില. ആ ഫാത്തിമ ബീബി ഒരു ദിവസം പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടന്നിട്ട് ഫാത്തിമ ബീബി ചോദിക്കുന്നുണ്ട്, അലി, ഞാൻ മരിച്ച അങ്ങോട്ട് വേറെ കെട്ടു അലിയെ? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ണുനീരോടെ ചോദിക്കും, എന്ത് ചോദ്യാ ഫാത്തിമ? ഫാത്തിമ ബീബി നിങ്ങൾ പറ അലി,
ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടുവോ? അലി ബിൻ അബീ ത്വാലിബ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ബീവി അലീനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, കെട്ടണേ അലി, ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾ കല്യാണം കഴിക്കണം കേട്ടോ. പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ആരെയാവണം? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമനെയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മോള് സൈനബ റളിയല്ലാഹു അൻഹ, രണ്ടാമത്തത് റുഖിയ, 3 ഉമ്മു കുൽസു, 4 ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുമ. ഈ ഫാത്തിമ ബീവി പറയും, എന്റെ ആദ്യത്തെ പെങ്ങള്, നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കണം കേട്ടോ, നമ്മളെ പെണ്ണുങ്ങളുടെ ഏട്ടത്തിന്റെ ചെറിയ മോളെ ചൂണ്ടിയിട്ട് നമ്മളോട് നമ്മളെ പെണ്ണുങ്ങൾ പറയുന്നത്, ഞാൻ മരിച്ച അങ്ങളിഞ്ച മൂത്ത താത്തന്റെ മോളെ കെട്ടണം കേട്ടോ. മനസ്സിലാലോചിച്ചോളി. അലി ബിൻ അബീ ത്വാലിബ് അത് പറഞ്ഞപ്പം, ഫാത്തിമ ബീവി അത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ചു, എന്ത് വർത്താനാ ഫാത്തിമ, എന്ത് വർത്താനാ ഫാത്തിമ അങ്ങി പറയണത്? ഫാത്തിമ ബീവി അലിയുടെ താടി ഇങ്ങനെ പതുക്കെ ചകഞ്ഞു. അലി ബിൻ അബീ ത്വാലിബിന്റെ താടി ഇങ്ങനെ പരന്നിട്ടായിരുന്നു. നമ്മൾ കാണല്ലേ ചിലരെ താടി ഇങ്ങനെ പരന്നിട്ട്, ആ താടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാന്തി കണ്ണ് നിറഞ്ഞ് ചിരിച്ചോണ്ടും കരഞ്ഞോണ്ടും ഫാത്തിമ ബീവി പറയും, അലി, എനിക്ക് കിട്ടിയ ഭാഗ്യം യമാമക്കും കിട്ടണം. നിങ്ങളെന്ന ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ യമാമക്കും കിട്ടണം അലി. നിങ്ങൾ അത്രക്കും നല്ലൊരു മനുഷ്യനാണ് അലി, നിങ്ങളൊരു നല്ല മനുഷ്യനാണ് അലി. ഒരിക്കലും നിങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി. എന്റെ കുടുംബത്തിൽ നിങ്ങൾ കെട്ടാവൂ. കാരണം ഞാൻ മരിച്ചു പോയാലും നിങ്ങളെന്ന സൗഭാഗ്യം എന്റെ കുടുംബത്തിലുണ്ടാവണം. നിങ്ങൾ എന്റെ കുടുംബത്തിന് വേണം അലി. നിങ്ങളെ കൊണ്ട് എന്റെ കുടുംബത്ര മനോഹരാകുന്ന അലി. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പൊട്ടിക്കരയുമ്പം രണ്ടുപേരും ഒരുമിച്ച് കരയും. പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഫാത്തിമ ബീവി മരിക്കുന്നുണ്ട് പെട്ടെന്ന്. ഫാത്തിമ ബീവിന്റെ ആ മയ്യത്തൊക്കെ എന്ത് രസാറിയോ ചരിത്രം വായിച്ചാൽ. ഞാൻ പറയാറുണ്ട് കുട്ടികളോടൊക്കെ, കുട്ടികളെ ക്ലാസ്സിൽ, നിങ്ങൾ വായിക്കേണ്ടതും കേൾക്കേണ്ടതും ഈ തോന്നിയാസങ്ങൾ 2.25 മണിക്കൂർ പടച്ചുവിടുന്ന സിനിമക്കാരന്റെ തോന്നിയാസല്ല. ഓം പഠിപ്പിച്ചിരുന്നൊക്കെ വൃത്തിയേടാ മക്കളെ, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക്, ഉന്നമ്മർ എന്നൊരു പോക്ക്, ഉപദേശമോ മതിയാക്ക്, കട്ട ചോര കൊണ്ടടിക്കും സോഡാ സർവത്ത്. ഇതാ സിനിമക്കാരൻ. ഓനെക്കൊണ്ട് എന്ത് ഗുണ ഈ ഉമ്മത്തിനുള്ളത്? എന്ത് നേട്ടാ ഈ സമുദായത്തിലെ മക്കൾക്കുള്ളത്? ആ മക്കളെങ്ങളൊന്ന് പറഞ്ഞേച്ച് നോക്കി, അള്ളാന്റെ ദീനൊന്ന് പഠിക്കാൻ. ആ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോ ഞാനും പറയാണ്, ഈ ഫാത്തിമ ബീവി പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് വെട്ടിച്ചെല്ലുക, മൂപ്പര മടിയിൽ തലവെച്ച് കിടക്കുക, മൂപ്പരോട് ചോദിക്കല്ലേ, ഞാൻ മരിച്ച ഞങ്ങൾ വേറെ കെട്ടുവോ? ഉള്ളിലൊക്കെ എത്ര കെട്ടണം എന്നുണ്ടെങ്കിൽ പറയും, ഓ എന്നൊക്കെ പറയും. അത് കാര്യാക്കണ്ട. ഇനി അഥവാ നിങ്ങൾ കെട്ടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ആദ്യം തന്നെ ഇങ്ങോട്ട് എന്തായിരിക്കും പറയാ, നിങ്ങൾ കെട്ടിക്കോളി, നിങ്ങൾ ഇനി ഇന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണ്ട കേട്ടോ, നിങ്ങളെ ഞാനോ സഹിക്കേണ്ടിയോ സഹിച്ച് വേറെ എവിടെയും പോയി കെട്ടിക്കോളൂ. ഇതൊന്ന്. ഇനി അഥവാ ഓളെ കുടുംബത്തിൽ നിന്നൊക്കെ കെട്ടിക്കാൻ നമ്മളെ കൊണ്ട് സമ്മതാക്കി, നമ്മുടെ മനസ്സ് പറയും എന്തായിരിക്കും, ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നുകൂടിയോ? സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ ജെന്റിലാണ്. നമ്മളെ വ്യക്തിത്വവും സ്വഭാവവും നമുക്കുണ്ടാവേണ്ടത് നാട്ടുകാർ തരുന്ന കതറുപ്പായത്തിലല്ല, പള്ളി കമ്മിറ്റിന്റെ ഭാരവാഹിത്വത്തിലല്ല, സംഘടനാ പ്രവർത്തനത്തിലോ ഇടതൂർന്ന താടിയിലോ പറ്റ വെട്ടിയ വീശമലോ അല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ആക്ഷേപിക്കരുത് കേട്ടോ. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ കുടുംബത്തിൽ അവന് കിട്ടുന്ന പരിഗണനയാണ്. അവനെ അവർ സമ്പാദ്യമായിട്ട് കാണണം. അവന്റെ കുടുംബത്തെ അവൻ സ്വർഗത്തിലെത്തിച്ചെന്നുള്ള സമാധാനം ഉണ്ടാവണം. അവന്റെ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വാപ്പ. ആ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാവണം ആ ഉമ്മ. ആ ഭാര്യക്ക് കിട്ടിയ, ഭർത്താവിന് കിട്ടിയ വിലമതിക്കാനാവാത്ത സമ്പത്താവണം ഭാര്യ ഭർത്താക്കന്മാര്. അതുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അബൂസലമാനെ നോക്കി ഉമ്മുസലം അങ്ങനെ കരയും. പിന്നൊന്ന് ഓടിപ്പോയി ഉമ്മ എടുക്കും, തിരിച്ചു വന്ന് പിന്നെയും കരയും. 2-3 തവണ അങ്ങനെ ചെല്ലുന്ന കണ്ടപ്പോൾ സഹാബ പെൺകുട്ടികൾ പറഞ്ഞു, എന്താ ഉമ്മുസലമ അത്, അബൂസലമ പോണ്ടിയോ പോയി, ഇനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് ഇടങ്ങാറാക്കല്ലേ, അതിലും നല്ലത് കിട്ടാൻ വേണ്ടി ഇനി പ്രാർത്ഥിക്ക്. പറഞ്ഞ സ്ത്രീകൾക്ക് നടുവിൽ വെച്ച് ഓടിച്ചെന്ന് അബൂസലമാനെ വാരി ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, വബദില്ലി ഖൈറൻ മിൻഹാ, ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാനോ? ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ല സഹാബാക്കളെ. ഒരാണിന്റെ വിലയാണത്, അവന്റെ പെണ്ണ് പറയുന്ന വില. ഫാത്തിമ ബീബി മരിച്ചു എന്ന് കേട്ടപ്പം അലിയാര് തങ്ങൾ ഒരൊറ്റ തുള്ളി കരഞ്ഞിട്ടില്ല. അലി വേഗം ഹസനെയും ഹുസൈനെയും കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് പറയും, മക്കളെ, നമുക്ക് അല്ലാഹു തന്ന മണവാട്ടിയെ പടച്ചോന് തിരിച്ചു കൊടുക്കണം. റസൂലിന്റെ പൊന്നോമന മകളെ 3 പേരും കൂടി മറക്കുള്ളു കൊണ്ടുപോയിട്ട് ഫാത്തിമാനെ മയ്യത്ത് കുളിപ്പിക്കുക. അതൊക്കെ ഒരു ബന്ധ. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയി ചോദിച്ചു നോക്കണം, ഞാൻ മരിച്ച അങ്ങളും മക്കളും കൂടി മയ്യത്ത് കുളിപ്പിക്കുവാന്ന്. മുപ്പരുപ്പര വാപ്പന്റെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടാവില്ല, അറിഞ്ഞൂടാ ഇത് പേടിയാ വെള്ളം ഒഴിക്കേണ്ടി വന്നു, എങ്ങനെയാ കഴുകേണ്ടി വന്നു. അവസാനം കുളിപ്പിച്ച് പുറത്തു കൊണ്ടുവച്ച് 5 വള്ളത്തുണി പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ച് നിസ്കരിച്ച് പടച്ചോന്റെ മണ്ണിലേക്ക് ഇങ്ങനെ 6 അടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ അലി കണ്ണ് നിറഞ്ഞിട്ട് പറയുന്നുണ്ട്, റബ്ബേ, എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എനിക്ക് തിരിച്ചു തരികയാണ് കേട്ടോ റബ്ബേ.
അവസാനം മണ്ണിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നത് വരെ അലി കരയൂല. പക്ഷെ അവസാന സെക്കൻഡിൽ അലി ബിൻ അബി ത്വാലിബ് കരഞ്ഞോടുന്ന സഹാബാക്കൾ ബാക്കിലോടും. മദീന പള്ളിന്റെ 1ാമത്തെ സഫിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, പടച്ചോനെ, നീ ഫാത്തിമാനെ കൊണ്ടുപോയി, ഞാനത് അംഗീകരിച്ചിട്ടുണ്ട് റബ്ബേ, നാളെ ഞാനും പോകേണ്ടവനാ. പക്ഷേ അലിയെ ഒറ്റക്കാക്കി ഫാത്തിമാനെങ്ങി കൊണ്ടുപോയത് എനിക്ക് സഹിക്കുന്നില്ല റബ്ബേ. എന്നിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, നീ ഇല്ലാത്ത ദുനിയാവ് എന്തൊരു വേദനയാണ് ഫാത്തിമ. ഇതൊക്കെ പടച്ചോൻ കൽബിലിട്ടിരുന്നൊരു കൊളത്ത. അത് പടച്ചോൻ എനിക്കിങ്ങക്കും കൊളത്തി തന്നിട്ടുണ്ട്. അത് നമ്മളെ ഇണ തുണ ഓളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു നോക്കി, ആ കൊളത്ത് പടച്ചോൻ കട്ടിയാക്കി തരും. അതിന് പകരം കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും, നല്ലതിന് ചീത്തയും ചീത്തതിനെല്ലാം വീണ്ടും ചീത്തയും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ, ഞാൻ പറയാറുണ്ട്, ഒരു ദിവസം മാറിക്കിടന്നാൽ 2 ദിവസം കിടക്കാൻ തോന്നും, 2 ദിവസം കിടന്നാൽ ഒരാഴ്ച കിടക്കാൻ തോന്നും, ഒരാഴ്ച കിടന്നാൽ ഇനി പോളില്ലെങ്കിലും കട്ടുമ്പലി നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഒരു ദിവസം ഓള് ചാരത്തില്ലെങ്കിൽ നെഞ്ചൊന്ന് പടയണം. ഒന്ന് പരതി നോക്കുമ്പം പടച്ചോനെ ഞാൻ ഒറ്റക്കായോ എന്ന് ചിന്തിക്കണം. മാറിക്കിടക്കാന്ന് ഓള് പറഞ്ഞാലും പിടിച്ചു വലിച്ചുണ്ടോന്ന് അടുത്ത് കിടത്തണം. ആ മണവും ഗന്ധവും ശ്വാസവുമാണ് എന്റെയും പ്രാണന്റെ ചിന്ത എന്ന് ഒരാണിന് ചിന്തിക്കാൻ പറ്റിയ. അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും പവറുള്ളവനോനാ. പൈസയൊന്നും അല്ലാന്ന്, മൊഞ്ചൊന്നും അല്ലാന്ന്. ചിലർ പറയൂലേ, കാണാൻ നല്ല ലുക്കുള്ള ചെറിയോനാ. ലുക്കേ ഉണ്ടാവും, സ്വഭാവം ഒരു വസ്തുവിന് പറ്റുണ്ടാവില്ല. എല്ലാവരും അങ്ങനാന്നല്ല ഞാൻ പറയണത്. ഒരാണിന്റെ സൗന്ദര്യം അവന്റെ പെണ്ണനുഭവിക്കുന്ന മനസമാധാനത്തിലാണ്. നിങ്ങൾക്കൊരു ഫോൺ വരുമ്പോ, നിങ്ങളുടെ ഫോൺ സുരക്ഷിതമായി വീട്ടിൽ വെക്കുമ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുമ്പോ, എന്റെ ഭർത്താവ് ഇന്നെ ഒരിക്കലും ഹറാമ് തീറ്റിക്കൂല, എന്റെ ഭർത്താവ് ഒരിക്കലും എന്നെ മറക്കൂല, ഞാനല്ലാത്തൊരു പെണ്ണിനെയും അയാൾ പുൽകൂല, നാളെ പടച്ചോന്റെ അടുത്ത് എന്റെ മുൻപിൽ അയാൾ അപമാനിക്കപ്പെടൂല എന്നൊരു പെണ്ണിന് തോന്നിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ രക്ഷപ്പെടും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നാളെ പരലോകത്ത് പടച്ചോന്റെ മുൻപിൽ എന്റെ പിയ്യാപ്പിള അപമാനത്തിൽ ഞാൻ കാണേണ്ടി വരൂല എന്നൊരു പെണ്ണിനെ നിങ്ങളെപ്പറ്റി പറയാൻ പറ്റിയ അവക്ക് കിട്ടിയ ഏറ്റവും വലിയ മൊഞ്ചാങ്ങൾ. എന്റെ പിയ്യാപ്പിളനെ അപമാനത്തിന്റെ രീതിയിൽ എനിക്ക് കാണേണ്ടി വരൂല റബ്ബേ എന്നൊരു പെണ്ണ് പടച്ചോനോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ വന്നാലോ? ആ ദുനിയാവിൽ അവൾക്ക് കൊടുത്ത സ്നേഹം പോലും പരലോകത്ത് പടച്ചോൻ ചോദ്യം ചെയ്യും. ഇതൊക്കെ ഒരു മറച്ചു പിടിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അള്ള സ്നേഹവും പ്രണയവും ഒക്കെ തന്നത് വിവാഹത്തിന് ശേഷം നമുക്ക് ഉറപ്പുള്ളതിനെ സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കാനാണ്. ഉറപ്പില്ലാത്തതിനെ കുറെ സ്നേഹിച്ച് മെസ്സേജ് അയച്ചിട്ട് കാര്യമല്ല. ഉറപ്പുള്ളതിനെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കി. എങ്കിൽ ആ ഉറപ്പുള്ള സ്നേഹത്തെ അള്ളാഹു ഒന്ന് കൊളത്തി ശക്തമാക്കി തരുന്ന. അതുകൊണ്ട് ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. ഇതോടൊപ്പം തന്നെ സ്ത്രീകളോടും. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും നിങ്ങളെ ഭംഗിയല്ല. അവളെ കാണുമ്പോഴേക്കും അവന്റെ ബേജാർ അവൻ മറക്കുന്നുണ്ടെങ്കിൽ, അവൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പടച്ചോനെ അവളില്ലാണ്ട് എനിക്ക് പറ്റൂല റബ്ബേ, അവള് മരിക്കുന്നതിന്റെ മുൻപ് ഇന്നെ അങ്ങ് കൊണ്ടോണട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഏതൊരർത്ഥത്തിലും തുണയായി താങ്ങായി പടച്ചോനെ അവളുണ്ടിന്റെ കൂടെ എന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനൊന്ന് കിടന്നുപോയാലും അവളുണ്ടാകും എന്നുള്ളൊരു ആശ്വാസം അവന് തോന്നുന്നുണ്ടെങ്കിൽ, അവന് കിട്ടാവുന്ന ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്താണ് ആ പെണ്ണ്. ആ പെണ്ണ്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകൾ ഉണ്ടാവാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രസംഗിക്കുന്ന ഞാനൊക്കെ കുടുംബജീവിതത്തിൽ ഭയങ്കര രസാണ് എന്നല്ല, ഇടയ്ക്ക് തെറ്റും. പക്ഷെ ഒരു രാത്രി പോലും മാറിക്കിടക്കൂല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ മക്കളുടെ വെച്ച് ഞാൻ എന്റെ ഭാര്യനെ കുറ്റപ്പെടുത്തൂല, ആക്ഷേപിക്കൂല. എത്രയേറെ ദേഷ്യന്റെ സിരകളിലേക്ക് വന്നാലും പറയാനുള്ളത് അവൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. കാരണം അതല്ലാത്ത ഒരുപാട് മണിക്കൂറുകൾ അവൾ ഇന്നെ സംരക്ഷിച്ചവളാ, അവൾ ഇന്നെ സഹായിച്ചവളാ. ഇതോടൊപ്പം തന്നെ ഭർത്താവ് ഇന്ന് ദീനിന് വരെ കളിയാക്കും ചിലര്. പിയാപ്പിളിന്റെ ദീന്, മൂപ്പര് നല്ല ദീനി ചിട്ടയിലൊക്കെ ജീവിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പറയും പെണ്ണുങ്ങളോടും മക്കളോടും. പാപ്പ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോ മക്കളോട് അറിയുന്നതാണ് മൂപ്പർക്ക് ഭയങ്കര ദീന, പാപ്പാന്റെ ഒരു ദീനേ. ദീനീപരമായ മക്കളെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുനടക്കാൻ ശ്രമിക്കുമ്പം ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവര്. ഏറ്റവും നല്ല സ്ത്രീ ഫസ്വാലിഹാത്തു ഖാനിതാത്ത് ഹാഫിളാത്തു ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഭർത്താവിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അയാൾക്ക് മാത്രം കൊടുത്ത്, കയറി വരുമ്പം ഒരു നല്ല വാക്കു പറഞ്ഞ്, ഒന്ന് കൈ പിടിച്ച്, നല്ല സംസാരങ്ങൾ സംസാരിച്ച്, നിങ്ങൾ ആ ഒന്ന് മാർഗങ്ങളൊന്ന് അവലംബിച്ചു നോക്കി മനുഷ്യരെ. ഇതൊക്കെ പ്രസംഗത്തിൽ കേട്ടുപോയാൽ പോരാ. കയറി ചെല്ലുമ്പോൾ ഒരു നല്ല വൃത്തിയില്, ഒരു നല്ല ഭംഗിയില്,
കയറി വരുന്ന ഭർത്താവിനോട് ഏറ്റവും മാന്യമായി പെരുമാറി മുഖത്തൊരു പുഞ്ചിരി വരുത്തി. നമ്മൾ ചിലപ്പം കളി എന്താ എന്റെ മുഖത്ത് ഒന്നുമില്ല, എന്താ എന്റെ മുഖത്ത്, അത് മതി കുടുംബത്തിൽ സങ്കടങ്ങൾ വരാൻ. മുഖത്തൊരു പുഞ്ചിരി വരുത്തി ഭർത്താവിനെ സ്വീകരിക്കുന്നത്, ഇതൊക്കെ സ്വഭാവ. ഈ സ്വഭാവമില്ലാത്തവള് സലഫി പർദ്ദയല്ല, മഫ്തയല്ല, എന്ത് വാരി വലിച്ചണിഞ്ഞിട്ട് എന്താ കാര്യം? അവനവന്റെ കുടുംബത്തിൽ ഭർത്താവിന്റെ മുഖത്തുള്ള തൃപ്തി കാണാനും അയാളോടും കുടുംബത്തോടും നീതിയോടെ പെരുമാറാനും പറ്റുന്നില്ലേ? പിന്നെ അത് ദീനല്ല. നമ്മൾ പറയല്ലേ, അള്ളാഹുവിനെ നമ്മൾ തിരയേണ്ടത് പള്ളികളിലും, അള്ളാഹുവിനെ നമ്മൾ തിരയേണ്ടത് കഅബാലയത്തിലും, പടച്ചോനെ നമ്മൾ തിരയേണ്ടത് ആകാശങ്ങളിലും അല്ല. അള്ളാഹിനെ നമ്മൾ കാണേണ്ടത് ഉമ്മന്റെയും വാപ്പന്റെയും സ്നേഹത്തിലാ. അള്ളാഹുവിനെ നമ്മൾ കാണേണ്ടത് ഭാര്യാഭർത്താക്കന്മാരുടെ തൃപ്തിയിലാ. അള്ളാഹുവിനെ നമ്മൾ കാണേണ്ടത് മക്കളുടെ സന്തോഷത്തിലാ. അവിടെയാ പടച്ചോൻ ഉണ്ടാകുക, അവിടെ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാകുക. ആ തിരിച്ചറിവോടുകൂടി ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ അടുത്ത ദിവസം ഒരു സാധു സ്ത്രീ വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞ കാര്യമുണ്ട്. മരിച്ച ഭർത്താവിന് വേണ്ടി അവസാനം എടുത്തുണ്ടോ ആ നേരത്ത് എല്ലാവരും ഇങ്ങനെ സമ്മതം ചോദിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഓളും പറഞ്ഞു ഭാര്യ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് സലാം പറയട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ. അപ്പോഴേക്കും ചില ആൾക്കാർ പറഞ്ഞ അയ്യേ മൂപ്പർക്ക് ഒതു എടുത്ത് കുളിപ്പിച്ചതാണ്, ഒതു മുറിയൊന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ തൊലികൾ സ്പർശിച്ചാൽ ഒതു മുറിയണമെങ്കിൽ അവിടെ വേണ്ടാത്ത ലൈംഗിക ചിന്തകളും തോന്നിയാസ ചിന്തകളും വരണം. മരിച്ചു കിടക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ അവസാനമായിട്ടൊരു ഉമ്മ കൊടുത്ത് സലാം പറഞ്ഞ് യാത്രയാക്കാൻ മാത്രം ആ പെണ്ണിന് അവകാശമില്ലെന്ന് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരാ ഇന്നത്തെ സമുദായത്തിന്റെ ശാപം. 5ാമത്തെ പ്രസവം പോലും തന്റെ പെൺകുട്ടി ഉള്ളുന്ന് വരുന്ന കുഞ്ഞിനെ വലിച്ചു പുറത്തേക്കെടുത്ത് ആ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ഛേദിക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡ് വാങ്ങാൻ നാട്ടിലെ കടയിലേക്ക് ഓടി വാങ്ങിക്കൊണ്ടുവന്ന ബ്ലേഡ് കൊണ്ട് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി അറുത്തുമാറ്റി മരിച്ച പെണ്ണിനെ പായൽ പൊതിഞ്ഞ് പെരുമ്പാവൂർക്ക് കൊണ്ടുപോകാൻ ഒരു തലക്കെട്ടുകാരന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ബാധ്യതയാതാ. ആ കെട്ടുകഥകൾ, ഖുറാഫാത്തുകൾ ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന പുരോഹിതവർഗം. ഇതൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ സോഷ്യൽ മീഡിയ പറയും എന്തെങ്കിലുമൊക്കെ ഒന്ന് നയിച്ചു തിന്നൂടടോ എന്ന്. നയിച്ചിട്ട് തന്നെയാ കഴിക്കുന്നത്. അന്തസ്സായിട്ട് പടച്ച റബ്ബ് തന്ന അനുഗ്രഹപ്രകാരമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാ മുസ്ലിം സമൂഹത്തോട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പാടില്ല എന്ന് പറയുന്നത്. ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി മടുവൂരിന്ന് ഗുണദോഷിച്ച് കയറിപ്പോയ ഷെയ്ഖുനാന്റെ കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് ഷെയ്ഖുനാന്റെ മക്ബർ ഉള്ളതുകൊണ്ട് സ്പീഡ് അല്പം കുറയ്ക്കണട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് തീവണ്ടി താനേ നിലച്ചു എന്ന് കേൾക്കുമ്പോൾ തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. കല്യാണം കഴിഞ്ഞ് 18 കൊല്ലായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ഖ് കോയിക്കാലിന്റെ ബിരിയാണി എടുത്തു കൊടുത്തപ്പോഴേക്കും പെണ്ണിന് ഗർഭമുണ്ടായി എന്നുള്ളത് മുതൽ ഇന്ന് നമ്മളെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചൂഷണം എന്തെന്നറിയോ? ഈ മതത്തെ വാണിജ്യവൽക്കരിക്കല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ നിലാവ് രാത്രികൾ സംഘടിപ്പിക്കപ്പെട്ട് വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ടിവിക്ക് മുൻപിലും യൂട്യൂബിന്റെ മൊബൈലിന്റെ മുൻപിലും കിണ്ണത്തിൽ വെള്ളം വെച്ച് ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ഊത്തിനും വേണ്ടി ടിവിക്ക് താഴെ കിണ്ണത്തിൽ വെള്ളം വെച്ച് കാത്തിരിക്കുന്ന ഈ ഉമ്മത്തിനെ കൊണ്ടാ ഇന്ന് മുസ്ലിം സമൂഹം പരിഹസിക്കപ്പെടുന്നത് അല്ലേ? ഇന്ത്യ മഹാരാജ്യത്തും കേരളക്കരയിലും മുസ്ലിം സമുദായത്തിന്റെ എന്തൊക്കെ വിഷയങ്ങൾ അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ചർച്ച ചെയ്യാനുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ദൈവികത, ആകാശത്തിന്റെ ഉപരിലോകത്തുള്ള ഏഴാനാകാശങ്ങൾ, ആഴക്കടലിലെ ഇരുട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുത്ത നായകളുടെ തരിമൂക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷത്തിന് പകരം മണ്ണെന്ന വിഷത്തിന്റെ ഉള്ള ഔഷധത്തെക്കുറിച്ച് വരെ ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ വേണ്ടി ഏറ്റെടുക്കുന്നതും അവര് ചർച്ച ചെയ്യുന്നതും എന്തിന്റെ പേരിലാ? ഗർഭം ധരിച്ചാ പോകാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ പറ്റുമോ? ബ്ലേഡ് എടുത്ത് മുറിക്കാൻ പറ്റുമോ? ഒരേ തന്നെ പ്രസവിച്ചാ പോരെ? ഡിങ്കൻ കഥകളും മായാവി കഥകളും മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പടച്ചുവിടുമ്പോ അത് തെറ്റാണെന്ന് പറയുന്നവന് അള്ളാഹുവിന്റെ ഖുറാഫാത്ത് അല്ലെങ്കിൽ ശാപമുണ്ടാകട്ടെ എന്ന ശാപപ്രാർത്ഥന തുടങ്ങി വേദികൾ കെട്ടി ഇത്തരത്തിലുള്ള വൃത്തികേടുകളും ബിദ്അത്തുകൾക്കും തുടങ്ങി അന്യരാജ്യത്തെ ഷിയാ പ്രസ്ഥാനക്കാരുടെയും ഖവാരിജുകളുടെയും ആശയം നമ്മളെ കേരളക്കരയിൽ പടർത്തിയതുകൊണ്ടാ കേരളക്കരയിൽ പോലും അന്ധവിശ്വാസം കുറഞ്ഞതല്ല, കൂടിയതാ. ഒരു നൂറ്റാണ്ട് കാല മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മുക്കുമൂലകളിൽ പണിയെടുത്തു. വിരളിലെണ്ണാവുന്നവരെ കൊണ്ട് ഏറിയാട് നിന്നും ആരംഭിച്ച് ഇന്നെത്തി നിൽക്കുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആദർശത്തെ പുൽകി വന്നവരാ, ഇതിലേക്ക് വന്നവരാ. മുജാഹിദ് പ്രസ്ഥാനം പ്രസംഗിക്കുന്നത് ജനങ്ങൾ വഴികേടിൽ നിന്നും നല്ല വഴിയിലേക്ക് വരാൻ,
ഇതര പ്രസ്ഥാനങ്ങൾ പ്രസംഗിക്കുന്നത് അവരുടെ വഴികേടിൽ നിന്നും ആരും പോകാതിരിക്കാൻ, ആ വഴികേടിൽ ഉറച്ചു നിൽക്കാൻ അല്ലേ? ചിന്തിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നവരോട് എക്കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തേ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, റബ്ബിനോട് നിങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കരുത്. കാരണം അത് അമ്പിയാക്കളുടെ വചനമാ, അത് അമ്പിയാക്കളുടെ നിയോഗമാ. അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മരിച്ചുപോയ ലാത്തയുടെ കബറുകൾ കെട്ടിപ്പൊക്കി കുമ്മായമിട്ട് ആ ലാത്തയുടെ കബറിങ്കൽ വന്ന് പ്രാർത്ഥനയും സുജൂദും ചെയ്ത മക്കയിലെ മുശ്രിക്കീങ്ങളോട്, ഉസ്സ എന്ന മരത്തെ പച്ചപ്പട്ട് വിരിച്ച് ആ മരത്തെ പൂജിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളോട്, മനാത്തെ എന്ന കൽബിംബത്തെ പൂജ ചെയ്ത് ആരാധിച്ച് ആ ബിംബങ്ങൾ കല്ലിന്റെ മുൻപിൽ നേർച്ച കൊടുത്തിരുന്ന മക്കയിലെ ജനതയോട് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അത് പറഞ്ഞതിന്റെ പേരിലാ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷവും, അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ വേഷം കെട്ടുന്നവര് പോലും ഇന്ന് ഈ പറയുന്ന ആളുകൾക്കെതിരെ തിരിയാനുള്ള കാരണം. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വരുത്തിയ നവോത്ഥാനാണത്. കുടുംബരംഗത്ത് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് കേരളത്തിൽ തീരാ ദുരിതമായിരുന്നു സ്ത്രീധനം. ആരാ സ്ത്രീധനം കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കിയത്? കിട്ടുന്നത് പോരട്ടെ, തന്നാ വാങ്ങിക്കോ, ഫഇൻ തിബിന ലക്കും, തന്നാ കിട്ടിയ വാങ്ങിക്കോ എന്നൊക്കെ ഫത്വ കൊടുത്തവരുണ്ട് ഈ നാട്ടിൽ, മുസ്ലിം സമൂഹത്തിൽ. അന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയ്ക്ക് ഓതിക്കൊടുത്തു പാടില്ല. അള്ളാഹു കൽപ്പിച്ചതിൽ നിന്നൊരു പെണ്ണിനെ സ്വീകരിക്കുമ്പോ ഒരിക്കലും അവളുടെ മുതൽ കണ്ടു കെട്ടരുത്. അങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ ഒന്നും വാങ്ങാതെ കൊടുക്കൽ വാങ്ങൽ അങ്ങോട്ട് മാത്രം, നിന്റെ മഹർ. പിന്നീട് അത് ചുരുക്കിക്കൊണ്ടുവന്നു, ബിസ്മി കല്യാണങ്ങളായി. നാട്ടുകാരെ കാണിക്കാൻ നട്ടപ്പാതിര നേരത്ത് ഗ്യാസ് കുറ്റിയുടെ മറവിൽ കള്ളും അതിനേക്കാളേറെ ബീഡിയും സിഗരറ്റും വീട്ടിന്റെ കോലായിൽ വിരിച്ചിട്ട തീപ്പൊയ്മലും അല്ലെങ്കിൽ നിലത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റുകളിലും സിഗരറ്റും ബീഡിയും കൊടുത്തിരുന്ന കല്യാണത്തിൽ നിന്ന് അത് ഇസ്ലാമികമല്ല എന്നും, മറിച്ച് കല്യാണങ്ങൾ ലഘൂകരിക്കണമെന്നും ലളിതമാക്കപ്പെടണമെന്നും ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത് ബിസ്മി കല്യാണങ്ങൾ കേരളക്കരയ്ക്ക് തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാ, കുടുംബത്തിൽ. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ പല കല്യാണങ്ങളും ബിസ്മി കല്യാണങ്ങളായി. ഇന്നും ബിസ്മി കല്യാണങ്ങൾ ഉണ്ടായി. ആലോചിച്ചു നോക്കൂ. വിവാഹരംഗത്തുള്ള ധൂർത്തിനെതിരെ ഈ കേരളക്കരയിൽ സംസാരിച്ചത് മുസ്ലിം സംഘടനകളിൽ മുജാഹിദ് പ്രസ്ഥാനമാ. ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ പാടില്ലെന്നും അല്ലാഹുവിന്റെ മുൻപിൽ മാന്യമായിട്ടേ പാടുള്ളൂ എന്നും ആളുകൾക്ക് മുൻപിൽ വിശദീകരിച്ചപ്പോ ഓരോരുത്തരുടെ പൈസ വാപ്പാർക്ക് തോന്നിയതല്ലേ, വാപ്പാർക്കുള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യട്ടെ എന്ന് അന്ന് ഇതിനെതിരെ വിമർശിച്ചിരുന്ന കേരളത്തിലുള്ള ഇതര മുസ്ലിം സംഘടനകളോട് അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞൊരു വാക്കുണ്ട്, തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ. തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ. അനുഭവിച്ചല്ലോ. മഞ്ഞ കല്യാണം തുടങ്ങി, പച്ച കല്യാണം തുടങ്ങി, മൈലാഞ്ചി കല്യാണം തുടങ്ങി, അവസാനിച്ചോ? ഗാനമേള ട്രൂപ്പുകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ, ഒട്ടകപ്പുറത്തെയ്നെല്ലിക്കലുകൾ, ആനപ്പുറത്തെയ്നെല്ലിക്കലുകൾ, ഇതിനേക്കാളേറെ ബ്രൈറ്റ് ബീകൾ, വിവാഹത്തിന്റെ ക്ഷണക്കത്തിനു പകരം സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞ് ആണും പെണ്ണും വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ടത് പരസ്യമായ ബീച്ചുകളിൽ ചെയ്ത് ചെറിയ വീഡിയോകൾ ഇറക്കി കുടുംബത്തിൽ പ്രചരിപ്പിക്കുന്നവർ. അവസാനിച്ചോ? വിവാഹത്തിന്റെ തൊട്ടു മുൻപ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് പർദ്ദയിട്ട മൊത്തയിട്ട ഉമ്മമാരും തലേക്കെട്ടുകാരനായ കാരണവന്മാരും കൂടെ 50,000-ന്റെയും 1,00,000-ന്റെയും ഗോപുരമുട്ടായികൾ ക്രെയിനിൽ പോലും ഇറക്കിക്കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഉമ്മത്തെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്, തുടങ്ങുന്നത് പോലെ നിർത്തലാക്കാൻ പറ്റില്ല. ബർത്ത്ഡേ ആഘോഷം വന്നു, ഉമ്മമാര് വാശി പിടിച്ചു, വാപ്പമാര് വാശി പിടിച്ചു. മുട്ടായിയല്ലേ, മക്കൾക്കല്ലേ, എന്താപ്പം ബർത്ത്ഡേക്ക്? അതൊക്കെ ഇസ്ലാമിനോട് ചേർത്ത് പറയേണ്ടതുണ്ടോ? അതൊക്കെ ഒരു സന്തോഷല്ലേ? അന്ന് മുജാഹിദ് പ്രസ്ഥാനം ഓർമ്മപ്പെടുത്തി, വേണ്ട, അത് നിർത്തലാക്കാൻ പറ്റാതെ വരും. അതില്ലെങ്കിൽ മക്കൾ ബേജാറാവും, കൊടുക്കാത്തവര് സങ്കടപ്പെടും. പെട്ടല്ലോ. 6 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു 8 പേരോടൊപ്പം. എന്തേ കാരണം? ബർത്ത്ഡേ ആഘോഷിക്കാൻ 6 കൊല്ലം ആഘോഷിച്ച ഉമ്മാനോട് 10ാം ക്ലാസ്സുകാരൻ വിളിച്ചു പറഞ്ഞു, ഉമ്മ ഇക്കൊല്ലം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കും, വാപ്പാനോട് 10,000 അറസ്റ്റ് തരാൻ പറ. 10,000 വാങ്ങി മകന് കൊടുത്തു. നട്ടപ്പാതിര നേരത്ത് നാവിനടിയിലെ സ്റ്റെപ്പുമായി കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ നിന്ന് 8ഓളം ചെറുപ്പക്കാരെ പിടിച്ചപ്പോ ഉമ്മാക്ക് പറയാനുള്ളത്, ഓം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതായിരുന്നു. എന്നായിരുന്നെങ്കിൽ മുട്ടായില്ലെങ്കിൽ മദ്രസയിൽ പോകൂല,
അല്ലെങ്കിൽ ആഘോഷമില്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് കേക്ക് മുറിക്കണം, എനിക്ക് മെഴുകുതിരി കത്തിക്കണം, എനിക്ക് ആ കേക്ക് മുഖത്ത് വാരിപ്പറ്റിക്കണം എന്ന് മക്കൾ വാശി പിടിച്ചു. ഇന്നതിന്റെ പേരിലാ പലരും ഇത്തരത്തിലുള്ള ധൂർത്തൻ പ്രവണതകളിലേക്ക് പോകുന്നതെങ്കിൽ തുടങ്ങുന്ന മാതിരി എളുപ്പമല്ല ഉമ്മത്തെ പലതും നിർത്തലാക്കാൻ. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നത്. അല്ലാണ്ട് ആൾക്കാർ ഇത് ആഘോഷിക്കുന്നതിലുള്ള കുശുമ്പോണ്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെയാ പറയാ, ഓളെ മക്കൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തോണ്ടാ ഓലിങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്ന്. അല്ല, നാളെ അതില്ലാത്തതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ മക്കൾ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥ വരുന്നുള്ളതുകൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മളുടെ നന്മക്ക് വേണ്ടിയാ. പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മക്കൊന്ന് മനസ്സ് തുറന്ന് അള്ളാനെ കാണാൻ വേണ്ടിയാ. അതിനുവേണ്ടി പടച്ചോൻ തന്ന ആയുസ്സും അള്ള തന്ന സൗഭാഗ്യങ്ങളും ആ ദുനിയാവിലുള്ളതൊക്കെ, ഇത്രയും ദൂരം ഞാൻ വന്നതും സംസാരിച്ചതും പടച്ചോൻ എനിക്ക് തന്നൊരു നിയമത്ത് സംസാരിക്കാനുള്ള കഴിവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാ. നാളെ എനിക്കിതിന് പറ്റുന്നില്ലേ, ഞാൻ അവസാനിപ്പിക്കാൻ ഒരുക്കാം. കിട്ടുന്ന അറിവുകളും നേടുന്ന അറിവുകളും വെറും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ ആവാതിരിക്കാൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാരെയും ബോധ്യപ്പെടുത്തി നമ്മൾ വലിയ മുത്തക്കിങ്ങളാണെന്ന് കാണിക്കണം എന്നല്ല. മനസ്സറിഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റണം. അതല്ലാന്റെ ഒരു നിയമത്താ. 3 ഗുളിക കുടിച്ചാൽ കിടന്നുറങ്ങുന്നവന്റെ ബേജാറ് വെച്ച് നോക്കിങ്ങള്. 3 ഗുളിക കുടിച്ചാലേ ഉറക്കം വരൂ. 1 ഗുളികയും കുടിക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലേ അതിലും വലിയ നിയമത്തില്ല. ഇരുന്ന് നിസ്കരിക്കുന്നവരോട് കുറ്റാ ചിലർക്ക്. എന്താ ഇങ്ങനെ കണ്ടോ ഇരുന്നാ നിസ്കരിക്കുന്നത് എന്ന്. ഇന്ന് ചിലരത് മുതലെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. ഒന്ന് നടക്കാൻ പറ്റാതായി നോക്കണം. നടക്കുന്നതിന്റെ വില അറിയണമെങ്കിൽ ഒന്ന് കിടന്നു നോക്കണം. ഈ തൊലി 10 ദിവസം മലർന്നു കിടന്നാൽ മതി, പുറങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. ഇത് എവിടുന്നാ പൊട്ടുന്നോന്ന് അറിയൂല. പുറങ്ങോട്ട് വൃണാകും, തൊലി ഇങ്ങോട്ട് പൊട്ടും. പിന്നെ അങ്ങനെ വൃണാവാൻ തുടങ്ങും. പിന്നെ ചെരിച്ചെടുത്തിട്ട് ഒരാൾ നനച്ച് തുടച്ചു തന്നാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. പുലർച്ചെ 1:30 മണി മുതൽ 3:30 മണി വരെ 4:30 മണി വരെയാണ് ഇക്രോ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഡയാലിസിസിന് കിട്ടിയത്. ഞാൻ പറയാം, നമ്മളെല്ലാ കുതിരകളിയും പവറും ഒക്കെ മാറണമെങ്കിൽ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട. നാളെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ബ്ലഡിന്റെ കോട്ടിങ്സ്, ഒരു ബ്ലഡിന്റെ തുള്ളി നേരെ വിടും മഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഡോക്ടർ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യ്, കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു 3 ടെസ്റ്റ് നടത്തണം. പേടിക്കൊന്നും വേണ്ടട്ടോ, ബേജാറാണ്ട. വലിയ മക്കളാരോ ഉണ്ടോ? ഉണ്ട്. നോളെയും കൂട്ടിക്കോ, പെണ്ണുങ്ങളെയും കൂട്ടിക്കോ, മതി, തീർന്നു. പിന്നെ ആ ടെസ്റ്റും കൈമ പിടിച്ചിങ്ങനെ ബേജാറാവും. അവസാനം ടെസ്റ്റിന് പോയി ഓരോരുത്തരാടുന്നും പെടുന്നൊക്കെ ബ്ലഡ് എടുത്ത് കുത്തി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ. എല്ലാ കുതിരകളിയും തീരും. പിന്നെ വാട്സപ്പും വേണ്ട, ഫേസ്ബുക്കും വേണ്ട, ഇൻസ്റ്റഗ്രാമും വേണ്ട, ഒരു കുന്തവും വേണ്ടി വരൂല. അവസാനം കിട്ടിയത് 1:30 മുതൽ 4:30 വരെ ഡയാലിസിസിന്. 6 മാസമായി. ആഴ്ചയിൽ 4 ദിവസം കൊണ്ടുപോകാൻ ആളില്ല. മതിയായി എല്ലാവർക്കും. 1:30 മണിക്ക് പോകണം. കുറെ കുടുംബക്കാരൊക്കെ കാല് പിടിച്ചു. കുറെ മക്കളൊക്കെ വന്നു. പുലർച്ചെ 1:30 വന്നു. ഇയാളെ കൊണ്ടുപോന്നു. മക്കൾ 3 ആള് കൊണ്ടുപോന്നു. എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ. ഒരു നിത്യരോഗി ഉണ്ടായാൽ, ഒരു സൂക്കേടുകാരനായാൽ തീരാവുന്ന പവറേ ഇങ്ങൊക്കെ ഉള്ളൂ. അതോടെ തീരും എല്ലാ കുതിരകളിയും പവറും പത്രാസും ഒക്കെ. ആ ബോധവും ചിന്തയും അതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഈ ദുനിയാവിൽ അല്ലാഹു തആല നൽകുന്നത്, അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച് നൽകുന്നത്, അത് അവസാനം ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ നേടിയെന്ന് നമുക്കെങ്കിലും ഒരു തോന്നലുണ്ടാവണം. നാട്ടുകാരൽപ്പം നമ്മളെ കൊട്ടാരായിട്ട് കരുതുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു കുടിലെങ്കിലും ആവാൻ പറ്റണം. അത് നമ്മളൊരാശ്വാസത്തിനാ. ആ ഒരു തിരിച്ചറിവിലേക്കാവട്ടെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഒരുമിച്ചുകൂടൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവേ, ഇതിനേക്കാൾ മനോഹരമായ നിന്റെ സ്വർഗത്തിൽ ഇതേ രീതിയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു വസിയത്തായതുകൊണ്ടാണ് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നത്. മക്കളെന്ന അനുഗ്രഹം നൽകി എല്ലാ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുവേ, മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, എല്ലാവരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാദാ, കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട്. ഹറാമായ പലിശ പോലെ, ലോണ് പോലെയുള്ള കാര്യത്തിൽ പെട്ടുപോയവരുണ്ട്. റബ്ബേ, അതിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് എളുപ്പം തിരുത്താനും ബാധ്യതകളിൽ നിന്ന് ഹലാലായ നിലക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു മഈശത്തിലേക്ക് എത്താനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെ ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇനിയും അള്ളാഹുവിൻ്റെ ദീനിൽ ദഅവത്ത് രംഗത്ത് ഇടപെടാൻ ആരോഗ്യത്തിനും ആഫിയത്തിനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നൊരു വാക്കും കൂടി ഓർമ്മപ്പെടുത്തി വസല്ലല്ലാഹു അലാ നബീന. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു തരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.